വളണ്ടിയേഴ്സും മറ്റു പ്രവർത്തകന്മാരൊക്കെ അല്പനേരം സംസാരം ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള കസേരയിൽ ഒന്ന് ഇരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്നാണ് വായിക്കാറപ്പെടുത്താൻ ഞാൻ പറഞ്ഞു വന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 3 പടിയാണ് SOS. എന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ലക്ഷ്യം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയച്ച, ആളെ പറഞ്ഞയച്ച് തന്നേൽപ്പിച്ച പരിശുദ്ധ മതം, ആ മതം അതേമാതിരി നിലനിർത്തുക എന്നതാണ് സമസ്തയുടെ ലക്ഷ്യം. ഇസ്ലാം മതത്തെ ആദ്യം സ്വീകരിച്ചതിൽ തൃശൂർ ജില്ലയ്ക്ക് മുഖ്യ പങ്കുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂർ പള്ളിയാണെന്നാണല്ലോ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ പള്ളിയടക്കം 10 പള്ളികളാണ് പ്രവാചക ശിഷ്യന്മാർ ആദ്യമായി കേരളത്തിൽ നിർമ്മിച്ചത്. ഇന്ത്യ രാജ്യത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് പ്രവാചകന്റെ മുമ്പ് തന്നെ അറബ് രാജ്യവുമായി വിദേശ രാജ്യങ്ങളുമായി വലിയ ബന്ധമുണ്ട്. എന്നാൽ പ്രവാചകന്റെ ചരിത്രവുമായി ഇന്ത്യക്ക് വലിയ അടുപ്പമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റയായി എത്തിയപ്പോ ഏതാനും ദിവസങ്ങൾ പ്രവാചകൻ താമസിച്ചത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ റസൂലുള്ളാഹിക്ക് ഉറങ്ങുന്നതിന് വേണ്ടി ഒരു മരക്കഷ്ണം തയ്യാറാക്കി കൊടുത്തിരുന്നു. ചരിത്രത്തിൽ കാണാം. അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തേക്കായിരുന്നു എന്നാണ് ചരിത്രം. അന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. അവർ റസൂലുള്ള ഇറങ്ങി. അബൂ അയ്യൂബ് അൽ അൻസാരി റസൂലുള്ളാഹിനെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു തേക്കിന്റെ കഷ്ണം കൊണ്ടുണ്ടാക്കിയ പലകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ അങ്ങനെ നമുക്ക് ബന്ധമുണ്ട്. ഇത് മാത്രമല്ല, മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇഞ്ചി ചേർക്കപ്പെട്ട ഒരു പ്രത്യേകം വിഭവം ഹാജരാക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് കൊടുത്തയച്ചതാണ് ആ ഇഞ്ചി കലർത്തിയ ഭക്ഷണം. അങ്ങനെ പ്രവാചക പ്രഭു അത് കുറേശ്ശെയായി അവർ വിതരണം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എനിക്ക് കിട്ടിയെന്ന് മഹാനായ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഹദീസ് ഇങ്ങനെയാണ്: അഹ്ദാ മലിക്കുൽ ഹിന്ദ്, ഇന്ത്യയിലെ ഒരു രാജാവ് ഹദിയ കൊടുത്തയച്ചു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക്, ജർറത്തൻ ഫീഹാ സൻജബീലുൻ, ഇഞ്ചി കലർത്തിയ ഒരു സൈസ് ഭക്ഷണം, അതിന്റെ ഒരു ഭരണി ഹദിയായി കൊടുത്തയച്ചു ഇന്ത്യയിലെ രാജാവ്. ഫഅത്അമ അസ്ഹാബഹു ഖിത്അത്തൻ ഖിത്അ, ആ ഭരണി തുറന്ന് അതിൽ നിന്ന് കുറേശ്ശെയായി അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളെ ഭക്ഷിപ്പിച്ചപ്പോ ഫഅത്അമനി മിൻഹാ ഖിത്അത്തൻ, അതിൽ നിന്ന് അല്പം ഞാനും ഭക്ഷിക്കുകയുണ്ടായി എന്ന് അബൂ സഈദ് ഖുദരി റിപ്പോർട്ട് ചെയ്യുന്നു. ആ രാജാവ് ചേരമാൻ പെരുമാളാണെന്നാണ് ചരിത്രം കൊണ്ട് മനസ്സിലാവുക. നമ്മുടെ ഈ കേരളക്കാര് പൊതുവേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യേകം കൊടുത്തയക്കുന്ന വസ്തുണ്ട്, അച്ചാർ. ഇതെങ്ങനെ നിങ്ങൾ തൃശ്ശൂരാണ് തന്നെയുണ്ട്. ഇവിടെ ഗൾഫുകാരെ കുടുംബക്കാരെ വിശ്വാസം എന്തായാലും അവിടെ ഗൾഫിലാകെ ഒരു അച്ചാറിന്റെ കമ്പനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര് പോവുകയാണെങ്കിൽ അച്ചാർ കൊടുത്തേക്കാം. അങ്ങനെ അച്ചാറിന്റെ ഒരു കളിയേക്കാൾ എല്ലാ ഗൾഫുകാരും പോകും. അപ്പോ ഈ ഇഞ്ചി കലർത്തിയ സാധനം അച്ചാറാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചി കൊണ്ടുണ്ടാക്കിയ ഒരു അത്രയ്ക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇത് പറയുന്നപ്പോ അഹിദാ മലിക്കുൽ ഹിന്ദ് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജർറത്തൻ ഫീഹാ സൻജബീലുൻ, ഇഞ്ചി ചേർക്കപ്പെട്ട ഒരു സൈസ് ഭക്ഷണം എന്നേ പറയുന്നു.
അപ്പൊ അത് അച്ചാറാകട്ടെ, എന്നാ ഇന്ന് കൊടുത്തയക്കുന്ന ആൾക്കാർക്ക് ഒരു ശരിയായ ഒരു പൈതൃകമുണ്ടായാലും. ഏതായാലും ചേരമാൻ പെരുമാൾ അല്ലാഹുവിന്റെ റസൂലിന് പലഹാരം കൊടുത്തയച്ചു എന്ന് അബൂ സഈദ് ഖുദരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് കൊണ്ട് വ്യക്തമായി. അപ്പൊ അതിപ്പോ ഞങ്ങളെ മലപ്പുറത്താണെങ്കിൽ ഞങ്ങളിങ്ങനെ പൊന്തുപ്പോ ഞങ്ങളെ ജില്ല എവിടെ എത്തിയെന്ന് നിങ്ങൾ പിന്നെ അത്ര ഉന്മേഷം ഇല്ലാന്നായി തോന്നുന്നത്. ചുരുക്കത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് റസൂലുള്ളാഹിക്ക് ആദ്യമായി പലഹാരം കൊടുത്തയച്ചതിന് താല്പര്യം. ആ ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹിനെ എടുത്തു പോയല്ലോ. താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് അവിടെ മുസ്ലിമായി ജീവിച്ചു. തിരിച്ചു പോരുമ്പോഴാണ് ഒമാനിൽ വെച്ച് സലാലയിൽ വെച്ച് വഫാത്തായത്. വഫാത്തിന്റെ വിവരം അറിയിച്ചില്ല ഇവിടുത്തെ ചേരന്മാർ പരമ്പരക്ക്. ഒരു എഴുത്ത് കൊടുത്തേക്കാണ് ചെയ്തത്, ഈ വരുന്ന ആൾക്കാരെ സ്വീകരിക്കണം. അങ്ങനെ 12 പുരുഷന്മാരും 6 സ്ത്രീകളും ഉൾക്കൊള്ളുന്ന സംഘം ഇവിടെ എത്തിയെന്നാണ് ചരിത്രം. അവരെന്താ ചെയ്തത്? ആദ്യം ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ ഇമാറത്തിനും ഇമാമത്തിനും ഈ വന്നവരിൽ നിന്ന് ഒരാളെ നിയമിച്ചു. അങ്ങനെ 10 പള്ളി ഉണ്ടാക്കി. ഈ 10 പള്ളിയിലെ ഇമാമ് മദീനത്തിൽ നിന്ന് വന്ന ഓരോരുത്തർ. അപ്പൊ ഇസ്ലാമില്ലാത്ത ഈ കാലത്ത്, അക്കാലത്ത് മുസ്ലിമായ ആളുകൾ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇസ്ലാം നബിയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഇസ്ലാം, അതങ്ങനെ തന്നെ നമ്മൾ അംഗീകരിച്ചു പോന്നു. അതുകൊണ്ട് മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ 921 വരെ ഉണ്ടായിരുന്നില്ല. 21 ശേഷം മതപരമായ ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ നമ്മളെ പള്ളിയിലെ ഉസ്താദന്മാർ, അന്നത്തെ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയാവില്ല, ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു താലൂക്കൊക്കെ വലുപ്പുണ്ടാവും ഒരു മഹല്ല്. ആ മഹല്ലിലെ ഖാദി ഉസ്താദിനെ ആ നാട്ടുകാർ മൊത്തം ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി അംഗീകരിക്കും. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ തുരത്താനുള്ള പോരാട്ടത്തിന്റെ നേതൃത്വം ഈ ഉസ്താദന്മാരിൽ അർപ്പിതമായത്. മറ്റെല്ലാ സ്റ്റേറ്റിലും സ്വാതന്ത്ര്യ സമര സേനാനികൾ പല പേരുകളുണ്ടാവുമ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ്? ആദ്യം അത് എണ്ണിയാൽ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി. അതേ നിങ്ങളൊക്കെ നാട്ടിലെ ഈ കുന്നമംഗലം കുന്നംകുളം ചാവക്കാട് ഈ ഭാഗത്തൊക്കെ ഖാദിയായിരുന്നു. പിന്നെ വെളിയങ്കോട് ഖാദി എന്ന് അറിയാൻ കാരണം മഹാനവരുടെ വീട് വെളിയങ്കോടായിരുന്നു, ആ പള്ളിയുടെയും ഖാദിയായിരുന്നു. ആ നിലയ്ക്ക് ഇവിടെയൊക്കെയുള്ള ഖാദിസ്ഥാനം അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹമാണ് സ്വാതന്ത്ര്യ സമര സേനാനി ഏറ്റവും ശ്രദ്ധേയനായത്. പള്ളിയിലെ കാര്യങ്ങൾ മാത്രമല്ല, പള്ളിന്റെ പുറത്തുള്ള കാര്യങ്ങളും ഉസ്താദന്മാർ നിയന്ത്രിച്ചു. നേരെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് കൊച്ചുകുട്ടി പോലും പറയും ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാർ മഞ്ചേരി നെല്ലിക്കുത്തുകാരനാണ്. അദ്ദേഹം ദർസ് നടത്തിയത് തിരൂരങ്ങാടി മമ്പറം വലിയ ജമാഅത്ത് പള്ളിയിലായിരുന്നു. അവർ ദർസ് നടത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ കാലഘട്ടത്തിൽ അതിനോട് പുറംതിരിഞ്ഞു നിന്ന കുറച്ചാളുകൾ, അവര് ഡോക്ടർ ഫസൽ ഗഫൂർ MESന്റെ ഇന്നത്തെ നേതാവ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ തറവാട് വീട് മണപ്പാൻ ഹൗസ്, അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇവരെ പറഞ്ഞ ഗുണങ്ങൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു ദോഷം ഞാൻ പറയാൻ പോലും, നമ്മൾ തമ്മിൽ അബോധം വേണ്ട, ചരിത്രം പറയുമ്പോൾ വസ്തുതാപരമായിരിക്കും. തൃശ്ശൂർ ജില്ലയിലെ ഏറിയാട് മണപ്പാട് വീട്, അതാ ഫസൽ ഗഫൂറിന്റെ അച്ഛൻ അബ്ദുൽ ഗഫൂറിന്റെ തറവാട് വീട്. ആ വീട്ടിലായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി താമസിച്ചിരുന്നത് ഒളി ജീവിതം. അദ്ദേഹത്തിനോട് കമ്പനിയായി തിരൂരങ്ങാടിൽ നിന്ന് തയ്യിൽ മുഹമ്മദ് മൗലവിയും വന്നു. അയാളാണ് KM മൗലവി എന്ന പേരിൽ അറിയപ്പെട്ടത്. അതദ്ദേഹത്തിന്റെ തറവാട് പേരല്ല, അദ്ദേഹം ലഘുലേഖകൾ എഴുതുമായിരുന്നു. എഴുത്തുകാർക്ക് അറബിയിൽ കാത്തിബ് എന്നാ പറയാം. അപ്പൊ കാത്തിബിന്റെ കെയും മുഹമ്മദിന്റെ കൊടുത്ത് KM മൗലവിയും ചുരുക്കപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം വക്കം അബ്ദുൽ ഖാദർ മൗലവിയോടുകൂടെ ഏറിയാറ് മണപ്പാട്ടപ്പറി താമസിക്കുമ്പോ ഈജിപ്തിലെ വഹാബികളെ പ്രസിദ്ധീകരണമായ അൽമനാർ ബ്രിട്ടീഷുകാർ അവർക്ക് എത്തിച്ചു കൊടുത്തു. അതിൽ അവരാകൃഷ്ടരായി ഇവർ വഹാബികളായി മാറി.
ഈ സഹാബാക്കൾ പഠിപ്പിച്ച മതം, ആ മതത്തിനെതിരായി ഇവർ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉണ്ടാക്കി. അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ അവർ ഐക്യസംഘം എന്നൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടന സ്വാതന്ത്ര്യ സമരത്തിന്റെ ബാക്കിപത്രം. എന്താ സ്വാതന്ത്ര്യ സമരം നടക്കുന്നിടത്ത് ബാക്കി ഉണ്ടാവുക? ഏതാനും വിധവകളായ സ്ത്രീകൾ. രക്തത്തിളപ്പുള്ള പുരുഷന്മാരെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. അതുകൊണ്ട് അവർ അവശേഷിക്കുന്ന വിധവകളായ സ്ത്രീകളും യതീമക്കളുമാണ്. അവർക്ക് നിസ്കാര കുപ്പായവും മക്കനെയും പൊന്നും കടലാസും അരിയും ചായപ്പൊടിയും വിതരണം ചെയ്യുന്ന പരിപാടിയുമായി ഒരു ഐക്യസംഘം എന്ന പേര് പോത്തരം തുടങ്ങി. എതിർക്കാൻ കഴിയൂല. അന്ന് ഏറ്റവും ആവശ്യം കഞ്ഞിക്കരി കിട്ടലാണ്, ഒരു നിസ്കാര കുപ്പായം കിട്ടലാണ്. കാരണം ഭർത്താവിനെ ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു. അവിടെ നിന്നാണ് അരി കിട്ടുന്നത്. ഒരു എരിയില്ലാത്ത സമയത്താണ് ഇവർ അരിയും ചായപ്പൊടിയും പഞ്ചസാരയും നോട്ട്ബുക്കും പെൻസിലും കടലാസുമായി മലബാറിൽ പ്രളയം നടത്തുന്നത്. അങ്ങനെ ആളുകളെ ആകൃഷ്ടമാക്കിയിട്ട് ആ ആളുകളോട് അവർക്ക് പരിചയമില്ലാത്ത മതം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. തവസ്സുൽ പാടില്ല, ഇസ്തിഗാസ പാടില്ല, തൗഹീദ് നിങ്ങൾ മനസ്സിലാക്കിയതല്ല തൗഹീദ്. ഇങ്ങനെ മതത്തിൽ മാറ്റപ്പെടുത്തലുകൾ വ്യാപകമായപ്പോ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്ന അന്നത്തെ പ്രഗത്ഭരായ രണ്ട് നേതാക്കന്മാർ, ഒന്ന് സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ മലബാറിന്റെ മുഫ്തിയാണ്, കോഴിക്കോടാണ് ആസ്ഥാനം. മറ്റൊന്ന് പാങ്ങിൽ ഒ.പി. അഹമ്മദ് കുട്ടി മുസ്ലിം, അന്നത്തെ സൂപ്പർ പ്രാസംഗിക താരമാണ്. അദ്ദേഹം ഇവർ തമ്മിൽ കൂടിയാലോചിച്ച് വഹാബീസം ഇവിടെ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി ഇവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കൊരു ഉലമാക്കൾക്കൊരു സംഘടന വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ 1925 ഈ ലക്ഷ്യത്തിനു വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയും ചെയ്തു. ആ ജമിയത്തുൽ ഉലമ കേരളത്തിലുടനീളം പൊതുസമ്മേളനങ്ങൾ നടത്തി. ആ സമ്മേളനങ്ങളിൽ അവർ പ്രധാനമായി പ്രസംഗിച്ച ഒറ്റ പോയിന്റ്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിങ്ങൾ പരസ്പരമുള്ള കടമകൾ 6 1. കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക. 2. സലാം പറഞ്ഞാൽ മടക്കുക. 3. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. 4. രോഗിയായാൽ സന്ദർശിക്കുക. 5. മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുക. 6. തുന്നിയവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് കേട്ടവൻ യർഹമുക്കല്ലാഹ് എന്ന് പറയുക. ഇങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമ, പ്രധാന കടമ. ആ കടമകളും ഈ വിഭാഗവുമായി പാടില്ല. എന്താ കാരണം? അവർ നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ആളുകളോട് വെറുപ്പുണ്ടാവുക എന്ന മനുഷ്യപ്രകൃതിയല്ലേ. അതിനൊക്കെ നമ്മൾ ഗൾഫിലേക്കൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരാൾ ഗൾഫിൽ ചെന്നു, ഈ തൃശ്ശൂരിൽ നിന്ന് മതിലകത്തൊരാൾ ഗൾഫിൽ പോയി. അയാൾ കഷ്ടപ്പെട്ടൊരു ബക്കാല എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ കട തുടങ്ങി. അപ്പൊ അത് പണിക്കാരന് ആവശ്യം വന്നു. മലപ്പുറം ജില്ലക്കാരനാണ് ഈ കടക്കാരനെങ്കിൽ അയാള് ആദ്യമായി കടയിലേക്ക് കൊണ്ടുപോവുക അദ്ദേഹത്തിന്റെ അനിയനെയോ ജ്യേഷ്ഠനെയോ അല്ല. ആരെയോ കൊണ്ടുപോവുക? ഭാര്യയുടെ ആങ്ങളയെ ആയിരിക്കും കൊണ്ടുപോവുക. നൂറമ്മനാണ് ഏറ്റവും വലിയ കമ്പനി. അതുകൊണ്ട് ഭാര്യയുടെ ആങ്ങളയെ കൊണ്ടുപോകും. ഭയങ്കര റാഹത്ത് കുറിയാൻ വരും. 2 കൊല്ലം ജോലി ചെയ്തു. ഇയാൾ ലീവിന് വന്നു. അളിയൻ തിരിച്ച് അവിടെ എത്തി. ഇതേ കടയിലുള്ള സാധനം, അതേ സാധനമുള്ള ഒരു കട ഇതിൽ തൊട്ട് മുന്നിൽ തുടങ്ങി. ഇയാൾ നമ്മൾ തെറ്റിയില്ല. ഗൾഫിച്ചാൽ പൊതുവെ മലയാളിക്കൊരു സ്വഭാവമുണ്ട്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഹജ്ജിന് പോയാൽ പിന്നെ അള്ളാന്റെ തൗഫീഖുള്ള തെറ്റിയിട്ട് പോരുള്ളൂ. പിന്നെ കരിപ്പൂരെത്തുമ്പോഴാണ് നന്നായോ അതെന്തെങ്കിലും ഉണ്ടാവും. അതങ്ങനെ തെറ്റങ്ങനെ രണ്ടാളും പറഞ്ഞാൽ ആർക്കും പറ്റൂല. അതുപോലെ മലയാളികൾ പൊതുവെ കയറിയില്ലേ. പണ്ട് കേരളത്തിൽ നിന്ന് ഞണ്ടിനെ പിടിച്ച അമേരിക്കക്കാർ ബോക്സിലിട്ട് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ കഥ ഉണ്ട്. നേരാമായി കൊള്ളുന്നില്ല. കപ്പലിങ്ങനെ മുന്നോട്ട് പോകുമ്പം കപ്പിത്താനെ സംശയം, നമ്മളത് ആ ബോക്സ് അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടില്ല. അടച്ചില്ലെങ്കിൽ ഈ ഞണ്ട് മേൽപോട്ട് കയറി വലത്തുകാരി ചാടൂലായി. മറ്റേ പറഞ്ഞ സാറിന് ഇത് കേരളത്തിലെ ഞണ്ട. കേരളത്തിൽ ഒരാളും മറ്റേയാളെ കയറാൻ അയക്കൂല.
അതുകൊണ്ട് ഒരു ഞണ്ട് കയറി ഏകദേശം എത്താൻ മേൽപോട്ട് എത്തുമ്പോഴേക്ക് മറ്റേ ഞണ്ട് പിടിച്ച് താഴത്തോട്ട് വലിച്ചു തള്ളിയിടും. അതുകൊണ്ട് ബോക്സ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കേരളക്കാർക്ക് ഒരു നല്ല സൽപ്പേര് പൊതുവെ ലോകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൾഫിൽ ഇത് വ്യാപകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വന്തം മണിയൻ എന്റെ കടയിൽ നിന്ന് ജോലി പഠിച്ചിട്ട് എന്റെ കടയിലുള്ള അതേ വസ്തുക്കളുടെ ഒരു ബക്കാല തൊട്ട് മുന്നിൽ തുടങ്ങിയാൽ അയാളോട് സലാം പറയും. നമ്മള് സലാം പറയണേ സഹോദരന്മാരെ എന്നൊക്കെ നമ്മൾ പിരിവിന് പോകുമ്പോഴോട് പറയും. പക്ഷേ മുരിയാരെ എന്തൊക്കെത് പറയാ, എന്റെ ചങ്കിലാണോ കുത്തിയറി. എന്താ ചങ്കിൽ കുത്തിയത്? ഇവരുടെ തക്കാലി അവിടെ ഉണ്ട്, ഇത്രേ ഉള്ളൂ. എന്നാൽ വഹാബി നമ്മൾ അത്ര പ്രശ്നമുള്ളൂ? അത്ര പ്രശ്നമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമല്ല തറവാടും എപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല. അബൂജഹലാണ് പ്രവാചകന്റെ ഏറ്റവും കഠിന വിരോധി. ലഅനത്തുല്ലാഹി അലൈഹി. ആ അബൂജഹൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹിന്റെ മൗത്ത് നോക്കി എന്റെ വാപ്പ കുരുത്തം കൊട്ടാനാണ് പറഞ്ഞത്. അതഭിപ്രായം പറഞ്ഞിട്ടില്ല. അതേസമയത്ത് കേരളത്തിലെ മൊത്തം പ്രസ്ഥാനക്കാരോ ഐക്യകണ്ഠേന പറയുന്നത് പുന്നാരു നബിയുടെ വാപ്പ അബ്ദുള്ള കാഫിറാണ്. ഉമ്മ കാഫിറത്താണ്, രണ്ടുപേരും നരകത്തിലാണ്. ഇതിൽ കേരളത്തിലെ എല്ലാ മൊത്തം പ്രസ്ഥാനക്കാരും ഐക്യകണ്ഠേന നിലപാടാണ്. അതിൽ അഭിപ്രായത്തെ സെല്ലൂർക്ക് ഇത്തരമൊരു ചർച്ച കേരളത്തിൽ ആവശ്യമുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ വാപ്പ കാഫിറാണെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി നടക്കുന്ന അങ്ങാടിയിൽ മഗ്‌രിബിന് ശേഷം പ്രസംഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാൽ കേരളത്തിലെ മൊത്തം പ്രസ്ഥാനക്കാർ ഈ ആവശ്യമില്ലാതെ ചർച്ചയിട്ടിട്ട് നമ്മളെ നേതാവിന്റെ വില കുറച്ചു. കഴിഞ്ഞോ? ഒരു ചർച്ച, ഒരാവശ്യമില്ലാത്തൊരു ചർച്ച. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി, റസൂലുള്ളാഹിനെ മദീനത്ത് മറവ് ചെയ്തു. ഈമാനുള്ളവരവിടെ സിയാറത്ത് ചെയ്യണം. എന്നാൽ റസൂലുള്ളാഹിന്റെ ശരീരം ജനാസ അതിപ്പോൾ ഖബറിലില്ല, അത് ചീഞ്ഞുപോയി എന്ന്. ഇങ്ങനത്തെ ഒരു ചർച്ച കേരളത്തിൽ ആവശ്യമുണ്ടോ? അതും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു ടൗണിൽ അവർ വായിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ. എന്നാൽ ഇവർ എഴുതിക്കഴിഞ്ഞു. എന്താ എഴുതിയത്? മരണപ്പെട്ടാൽ മയ്യത്തിനെ മറവ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനല്ലേ? ബുദ്ധിയാണ്. എങ്ങനെ ബുദ്ധിമുട്ട്? മറവ് ചെയ്തില്ലെങ്കിൽ മയ്യത്ത് ചീഞ്ഞ് പൊട്ടിയൊലിക്കും. അത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുമെന്നതുകൊണ്ടാണ് മറവ് ചെയ്യുന്നത്. എന്നാൽ പ്രവാചകനായ മുഹമ്മദിന്റെ ജഡം ജീർണിക്കുമായിരുന്നില്ലെങ്കിൽ അതെന്തിന് കുഴിച്ചു മൂടി? ഇതാ പുത്തൻ പ്രസ്ഥാനക്കാർ അവർ പ്രസിദ്ധീകരണത്തിന് മലയാളത്തിൽ എഴുതുന്നത്. അങ്ങനെ ഒരു ചർച്ച ആവശ്യമുണ്ടോ? അല്ലേ? ഇവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, നിസ്കരിക്കാത്ത ആൾക്കാരെ പ്രശ്നമുണ്ട്, വിദേശ മദ്യത്തിന്റെ മുന്നിൽ കീഴ്നിൽക്കുന്ന ആൾക്കാരെ വിഷമുണ്ട്, പ്രയാസ പ്രശ്നങ്ങളുണ്ട്, 46 കള്ളുഷാപ്പ് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് നമ്മളെ മന്ത്രി ബാബുവിന്റെ വയറുവേദനയുണ്ട്. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ നിർദ്ദേശങ്ങളോ പരിപാടികളോ പറയുന്നതിന് പകരം ഇവന്മാര് പറയുന്നത് റസൂലുള്ളാഹിന്റെ മയ്യത്ത് ചീഞ്ഞുപോയി, റസൂലുള്ളാഹിന്റെ വാപ്പ കാഫിറാണ്, ഉമ്മ കാഫിറാണ്. റസൂലുള്ളാഹിന്റെ 13ാമത്തെ പേരക്കുട്ടിയാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്രയാണ് ആ കുടുംബത്തിന്റെ മഹത്വം! റസൂലുള്ളാഹിന്റെ 13ാമത്തെ പേരക്കുട്ടിയാണ്. ആ പേരക്കുട്ടിയെപ്പറ്റി ശ്രീ ശങ്കരാചാര്യൻ ഏതെല്ലാം വിഷയങ്ങളിൽ കാഫിറാണോ ആ വിഷയങ്ങളിലെല്ലാം ശ്രീ ശങ്കരാചാര്യനെ പോലെ ശൈഖ് ജീലാനിയും കാഫിറാണ്. മുജാഹിദ് വിഭാഗം എഴുതി പഠിപ്പിക്കുന്നത്. ഇനി പറയൂ, നിങ്ങളെ കച്ചവടക്കടക്ക് നേരെ മുന്നിൽ നിങ്ങളെ അളിയൻ ഒരു ചെറിയ പീടിക തുടങ്ങിയപ്പോൾ നിങ്ങൾ അയാൾ സലാം പറയാൻ പോണില്ല എങ്കിൽ അള്ളാന്റെ മതത്തിന്റെ നേതാക്കന്മാർ ഇന്നലെ തീ കയറ്റിയ ആൾക്കാർ, അള്ളാനെ പറ്റി അതിന് പറയണ്ട.
അള്ളാഹിനെ പറ്റി നമ്മൾ അമുസ്ലിം സഹോദരന്മാരെ പൂജാ വസ്തുക്കൾ അങ്ങനെ ഫോട്ടോയിൽ നോക്കിയിട്ടിങ്ങനെ ഈ പൂജാ വസ്തുവിനിപ്പോ 4 കയ്യാണുള്ളത്, എന്നാ നമ്മൾ അള്ളാഹ്ക്ക് 4 കൈ വേണം, ഒരിക്കൽ 4 കൈ വേണ്ട, ചിലപ്പോ 4 കൈ കൂടി ഒരു സൈഡ് മതി, ചിലപ്പോ 2 കൈ മതി. ഇങ്ങനെ പടച്ചോനെ പറ്റി കൊല്ലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് കൊടുക്കുക. അള്ളാഹിനെ ചിലപ്പോ അംഗവൈകല്യനാക്കുന്നു, അള്ളാഹിനെ ചിലപ്പോ എത്ര അവയവം കൊടുത്ത് സഹായിക്കുന്നു, അള്ളാഹു താല കയറുന്നവരും ഓടുന്നവരുമാണെന്ന് പറയുന്നു. എത്ര വിഷയത്തിലാണ് നമ്മളും മുജാഹിദീങ്ങളും തമ്മിലുള്ള വ്യത്യാസം നൽകുന്നു. ശരിക്കും ഇങ്ങനെ എണ്ണയാണെങ്കിൽ 6000-ലേറെ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയാം. എന്നാൽ മൊത്തം നമ്മൾ നമ്മളിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യം, വിശക്കുമ്പം ഭക്ഷണം കഴിക്കണം, ഉറക്കം വന്നാൽ ഉറങ്ങണം, ഉണർന്നാൽ എഴുന്നേൽക്കണം. ഈ 3 കാര്യത്തിൽ നമ്മൾ അവരായിട്ട് യോജിപ്പിലുള്ളൂ. ബാക്കി മതപരമായ ഒരു കാര്യത്തിൽ അവരുമായി യോജിപ്പില്ല. എന്തുകൊണ്ട് യോജിപ്പില്ല? ഇസ്ലാമിന്റെ അടിക്ക് അവർ കത്തിവെച്ചു. എന്താ ഇസ്ലാമിന്റെ അടിത്തറ എന്താണ്? സഹാബത്തിനെ അംഗീകരിക്കുക എന്നതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ ഇങ്ങനെ ഒരു മുസാഫാക്കിയിട്ടല്ല ഇവിടെ പ്രചരണം നടത്തിയത്. റസൂലുള്ള 23 കൊല്ലം പ്രബോധനം നടത്തി വഫാത്താകുമ്പോൾ ഖുർആൻ ഇങ്ങനെ ഗ്രന്ഥത്തിലില്ല. പിന്നെ ഖുർആൻ ഗ്രന്ഥരൂപത്തിലാക്കിയത് സഹാബത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള മുസ്ഹഫിലുള്ള എഴുത്ത് ഖുർആനാണ് എന്നതിന്റെ തെളിവ് എന്താണ്? സഹാബാക്കളാണ്. അവരംഗീകരിക്കാൻ ഞാൻ ഖുർആൻ കിട്ടൂല. മാത്രമല്ല ഈ ഖുർആനിലെ ഓരോ ആയത്തും അറബി ഭാഷ അറിയുന്നതിന്റെ പേരിൽ അർത്ഥം വെച്ച് മനസ്സിലാക്കി ഞാൻ ദീൻ പഠിക്കുമെന്ന് പറഞ്ഞാലും നിരർത്ഥകമാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോ പ്രവാചകന്റെ മുന്നിൽ സന്നിഹിതരായ സഹാബത്തിന് ഈ ആയത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് റസൂലുള്ള ജീവിച്ചു കാണിച്ചു കൊടുത്ത സഹാബത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം ഉൾക്കൊള്ളുമ്പോഴേ ഇസ്ലാമാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കും, 72 നരകത്തിൽ, 1 വിഭാഗം സ്വർഗത്തിൽ. സഹാബാക്കൾ കൺഫ്യൂഷൻ തീർത്തല്ലോ. 73 വിഭാഗം ഒരു അങ്ങാടി, 73 രൂപത്തിൽ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വിഭാഗത്തെ എങ്ങനെ തിരിച്ചറിയും? റസൂലുള്ള പറഞ്ഞത് മാ അന അലൈഹി വഅസ്ഹാബിഹി. ഏത് വിഷയത്തിലാണ് അക്കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ ഭിന്നിപ്പെങ്കിൽ ആ വിഷയത്തിൽ എന്റെയും എന്റെ സഹാബത്തിന്റെയും റോൾ എന്താണെന്ന് ചരിത്രം ഇവിടെ ജീവിക്കും. അതുകൊണ്ട് എന്റെയും എന്റെ സഹാബത്തിന്റെയും ചരിത്രം അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. അപ്പൊ കേരളത്തിലെ മുജാഹിദ് വിഭാഗം എന്താ ചെയ്യുന്നത്? കേരളത്തിലെ മുസ്ലിയാക്കൾ പറയുന്നത് ഇസ്ലാമിൽ തെളിവല്ലാത്തതുപോലെ സഹാബത്തിന്റേതും ഇസ്ലാമിൽ തെളിവല്ല. എത്ര എളുപ്പം! ഹദീസന്യ അത് സഹാബത്തിന് ഞാൻ സ്വീകാര്യമില്ല. കേരളത്തിലെ മൗര്യന്മാർ തെളിവല്ലോ, സഹാബത്തിന് തെളിവല്ല. ഈ വിഭാഗത്തിനോട് എങ്ങനെ നമ്മൾ സലാം പറയാം? എങ്ങനെ അവർ മരിച്ചാൽ മയ്യത്തിക്കരിക്കുക? അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിങ്ങൾ തമ്മിൽ മതപരമായി യാതൊരു കടമി അവരുമായി പാടില്ലാവും. അത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഐക്യകണ്ഠേന അംഗീകരിച്ചു. KM മൗലവിയും KM സിരി സാഹിബും ഒറ്റപ്പെട്ടു. അവർ ഒരു പരിപ്പും ബന്ധില്ല, ഒരു വിളവും വിജയിച്ചില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അൽഹംദുലില്ലാഹ് നമ്മളെ ആലിമീങ്ങൾക്ക് വലിയ സന്തോഷമായി. ബ്രിട്ടീഷുകാർ പോയല്ലോ. ഇനി നമ്മളെ ആളുകൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യന്മാരും ഭാരതമാതാവിന്റെ മക്കൾ. അതുകൊണ്ട് ആ നിലക്ക് ഗവൺമെന്റിന്റെ ഖജനാവിന്റെ കാശുകൊണ്ട് പള്ളി പണിയണ്ട, മദ്രസ പണിയണ്ട. അത് നമ്മുടെ സ്വന്തം കഞ്ഞിക്കാശിനൊരു വിഹിതം എടുത്തുകൊണ്ട് മതി എന്ന നിലക്ക് സമസ്തകാല ജമിയത്തുൽ ഉലമ ഇത്തരം ഭൗതിക പൊതുകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആത്മീയ പുരോഗതിക്ക് വേണ്ടി പള്ളി, മദ്രസ, ശരീഅത്ത് കോളേജ് ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ആ സമയത്താണ് ഇന്ത്യയിൽ
ജീവിക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങൾക്ക് അവരെ ശബ്ദം നിയമനിർമ്മാണ സഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾക്കൊരു സംഘടന വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ നിർമ്മാണ സമിതിയിലെ പ്രമുഖാംഗമായിരുന്ന മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തീരുമാനിക്കുന്നത്. ആരാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്? ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചതിന് മുഖ്യ പങ്ക് വഹിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ പേര് പേര് തമിഴ്നാട്ടിൽ ഒരു ജില്ലയുണ്ട്. ആ ജില്ലന്റെ പേര് ഖായിദെ മില്ലത്ത് എന്നാണ്. അതേ സമയത്ത് 3 തവണ മഞ്ചേരി പാർലമെന്റിലെ MP ആയിട്ട് മഞ്ചേരി ബസ് വെയിറ്റിംഗ് ഷെഡിന് പോലും അദ്ദേഹത്തിന്റെ ആളുകൾ അദ്ദേഹത്തിന്റെ പേരിട്ടിട്ടില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഈ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം സമുദായത്തിന്റെ ശബ്ദം നിയമനിർമ്മാണ സഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന വേണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി 1948 വിളിച്ചുയർത്ത കൺവെൻഷൻ വെച്ച് രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ നേതാക്കൾ ആരായി? സമസ്ത മാറ്റി നിർത്തിയ KM മൗലവിയും KM സീരി സാഹിബും. ചരിത്രം അറിഞ്ഞു വരുന്നുണ്ടോ? ഈ KM മൗലവിയും KM സീരി സാഹിബും അവിടെ പോയി നേതാക്കന്മാരെ ഇവിടെ വന്നു. അവരിവിടെ ക്ലച്ച് പിടിച്ചില്ല. എന്തുകൊണ്ട്? വഹാബിയായതുകൊണ്ട് മുസ്ലിങ്ങൾ അവരെ അംഗീകരിച്ചില്ല. എത്രയോ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങൾ PMS പൂക്കോയത്തങ്ങളുമൊക്കെ കോൺഗ്രസ് മൈൻഡോടുകൂടെ അവർ വേറെ ലോകത്താണ്. ബാഫക്കി തങ്ങൾ കോഴിക്കോട്ട് അറിയപ്പെട്ട അരിക്കച്ചവടക്കാരനാണെങ്കിലും മുസ്ലിങ്ങൾക്ക് വലിയ സ്വീകാര്യനായ നേതാവാണ്. അവസാനം മുസ്ലിം ലീഗ് ക്ലച്ച് പിടിക്കാത്തപ്പോ അതിന് പരിഹാരമായി KM മൗലവിയും KM സീരി സാഹിബും ബാഫക്കി തങ്ങളെ കയ്യിലെടുത്തു. ബാഫക്കി തങ്ങള് മുസ്ലിം സമുദായം പുരോഗമിക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു. അതുകൊണ്ടാണ് MES വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി MES എന്ന ഒരു അതോറിറ്റി നിലവിൽ വന്നപ്പോ അതിന്റെ ചീഫ് പേട്രനായി, ചീഫ് ഉപദേഷ്ടാവായി ബാഫക്കി തങ്ങൾ അവരോധിതനായത് സമുദായം എഴുത്തും വായനയും പഠിക്കണമെന്ന നിലക്കാണ്. ആ നിലയ്ക്ക് അന്നത്തെ കോൺഗ്രസിന്റെ മിക്ക നേതാക്കന്മാരും മുസ്ലിം വിരോധികളാണ്. ആർ ശങ്കരെ പോലുള്ള പട്ടേലനെ പോലുള്ള ആളുകൾ. അതിന് ദേശീയ നേതാവുണ്ട്. നമ്മളെ മോഡി PC ജോർജ് ഒരു വിനയവിപ്പായിട്ട് ഒരു ബനിയത്ത് ഓടി യുവാനായി നമ്മുടെ കേരളത്തിൽ 2 മാസം മുമ്പ്. പത്രം വായിച്ച് പോകുന്നുള്ളൂ ഞങ്ങൾക്കായിരിക്കും. PC ജോർജ് മോഡിന്റെ കുപ്പായിട്ട് ഓടിയപ്പോ അത് ഏതോ ഒരാളെ പേരിലാണല്ലോ ഓടിയത്. ആരുടെ പേരിലാണ്? ഒരു ഓർമ്മയില്ലെങ്കില് പട്ടേലിന്റെ പേരില്. പട്ടേല് BJPക്കാരനാ? അല്ല, പട്ടേല് കോൺഗ്രസ്സുകാരനാ. പിന്നെന്ത് മോഡിക്ക് പട്ടേലിനോട് ഇഷ്ടമുണ്ടോ? ഈ പട്ടേലാണ് പാകിസ്ഥാൻ രൂപീകരിക്കാൻ കാരണക്കാരനായി പ്രസംഗിച്ച അന്നത്തെ തീവ്രവാദ കോൺഗ്രസുകാർ. അതിന്റെ ആളുകളാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അവരൊരിക്കലും മുസ്ലിം ലീഗിനെ ചത്ത കുജനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. അതുകൊണ്ട് ബാഫക്കി തങ്ങൾ നേതാവായി. ബാഫക്കി തങ്ങള് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി. പിന്നെ സമസ്ത നേതാക്കന്മാരെ എതിർപ്പ് നിർത്തി. ബാഫക്കി തങ്ങളല്ലേ നല്ലവർക്കാവുന്നുള്ളവർക്ക്. അങ്ങനെ മുസ്ലിം ലീഗ് കോൺഗ്രസ് അലയൻസോടുകൂടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് മന്ത്രിയാക്കിയില്ല. കോൺഗ്രസ് ഒരിക്കലും ലീഗിനെ മന്ത്രിയാക്കിയില്ല. അവസാനം ബാഫക്കി തങ്ങൾ കഷ്ടപ്പെട്ട് പറഞ്ഞപ്പോ ആർ ശങ്കർ എന്ത് ചെയ്തു? എന്നാ പറയുക സ്പീക്കർ സ്ഥാനം തരാന്ന് പറഞ്ഞു. അങ്ങനെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ബാലറ്റ് പേപ്പറിൽ അധികാര സ്പീക്കർ സ്ഥാനം. ആ സ്പീക്കർ ആരായി? വഹാബിയായ KM സീരി സാഹിബായി. ചരിത്രം വരുന്നതുണ്ടോ നിങ്ങൾ? സമസ്ത കേരള ജമീയത്തുൽ ഉലമ കഠിനാധ്വാനത്തിലൂടെ മാറ്റി നിർത്തപ്പെട്ട ഈ പ്രവർത്തനം പൊളിറ്റിക്കലിലൂടെ നേതൃസ്ഥാനത്ത് വന്ന്
കോൺഗ്രസും ബാഫയ്ക്ക് തങ്ങളും തെറ്റി. EMS നമ്പൂതിരിപ്പാട് ബാഫയ്ക്ക് തങ്ങളെ ഏറ്റെടുത്തു. അങ്ങനെ മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നു. 2 മന്ത്രിമാരെ കിട്ടി. ഒന്ന് CH മുഹമ്മദ് കോയ സാഹിബ്, 2 അഹമ്മദ് കുരിക്കൽ. ആ ഗവൺമെന്റാണ് മലപ്പുറം ജില്ല അനുവദിച്ചത്. മനസ്സിലാക്കണം. എന്തിനാണ് EMS നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ല നൽകിയത്? അന്ന് മലപ്പുറം ജില്ലയിൽ 18 ലക്ഷം മനുഷ്യരുണ്ട്. ഇതിൽ 10 ലക്ഷം ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുകയില്ല. അതുകൊണ്ട് മലപ്പുറത്തെ മനുഷ്യരെ നിരക്ഷരതയിൽ നിന്ന് സാക്ഷരരാക്കാൻ വേണ്ടി EMS നമ്പൂതിരിപ്പാട് അനുവദിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല. മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി ഖുർആന്റെ ഭാഷ സ്കൂളിൽ പഠിപ്പിക്കാൻ EMS നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു. CH മന്ത്രി. അങ്ങനെ അറബി ഭാഷ പഠിപ്പിക്കും മാഷന്മാർ വേണ്ടേ? EMS ഭയങ്കര ഇളവ് ചെയ്തു. അറബി മാഷന്മാർക്ക് SSLC വേണ്ട. ഇന്നും നമ്മൾ അറബി മാഷന്മാർക്ക് TTC വേണ്ടല്ലോ, B.Ed വേണ്ട. അതുകൊണ്ടാണ് അറബി മാഷന്മാരും ഹെഡ്മാസ്റ്റർമാരാകാത്തത്. വേണ്ട. എന്നാൽ EMSന്റെ ഈ നിയമം കൊണ്ടുവന്ന കാലത്ത് SSLCയും വേണ്ട. SSLC വേണമെന്ന് എന്നാ വന്നത്? 83-ൽ EK എന്ന അധികാരത്തിൽ വന്നപ്പോഴാണ്. ക്വാളിഫിക്കേഷൻ ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമം വന്നപ്പോഴാണ് റമദാൻ 17-ന് ഇസ്ലാം പോകണമെന്ന് പറഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗുകാരൻ മലപ്പുറം കളക്ടറേറ്റ് കൊണ്ടുപോയി 3 ആൾ മരിച്ചില്ലേ? മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ. റമദാൻ 17-ന് എന്താ നായന്മാർ അറബി ഭാഷ തോർച്ചുമാക്കില്ല. അറബി അധ്യാപകന്മാർക്ക് SSLC വേണം. ഇത്രയും വേണം. അതിനാണ് ആ 3 ചെറുപ്പക്കാരെ കൊലക്കൊടുത്ത്. ഇന്ന് റമദാൻ 17-ന് ഒരാണ്ട് കഴിക്കുകയാണ്. പതിർദിനത്തിന്റെ അന്ന് അതാലോചിക്കണം. അത് വേറെ കാര്യം. ഏതായാലും ഡിഗ്രി പോലും SSLC വേണ്ട. അറബി അധ്യാപകന്മാർക്ക് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി 7 ഓറിയന്റൽ അറബിക് കോളേജ് ആ ഗവൺമെന്റ് അനുവദിച്ചു. CH മുഹമ്മദ് കോയ സാഹിബ് ആ 7 അറബിക് കോളേജുകളും വഹാബികൾക്ക് കൊടുത്തു. അതാ ലീഗും നമ്മളും തമ്മിലുള്ള ഭിന്നിപ്പിന്റെ കാരണത്തിന് ചരിത്രപരമായ കാരണമുണ്ട്. ആ ചരിത്രം ലീഗ് തിരുത്തിയാൽ നമ്മൾ ക്ലിയർ ആവും. ചരിത്രപരമായ കാരണമാണ്. എന്താ ചരിത്രപരമായ കാരണം? അധികാരത്തിലൂടെ കിട്ടുന്ന മുഴുവൻ കാര്യങ്ങളും സമസ്ത മാറ്റി നിർത്തപ്പെട്ട ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് കൊടുത്തു. ഇന്ന് വഹാബികളെ നോട്ടീസുകൾ കാണുന്നില്ലേ? സുന്നികൾക്ക് മറുപടി സലഫി. ആരാ സലഫി? അത് മേപ്പയൂർ സലഫിയ എന്ന കോളേജ് മുജാഹിദീസമാണ് പഠിപ്പിക്കുന്നത്. ശമ്പളം കൊടുക്കുന്ന ഗവൺമെന്റാണ് അന്നും ഇന്നും. അതുപോലെ സുന്നമി. എന്തായി സുന്നമി? അരീക്കോട്ട സുന്നമുസ്സലാം വഹാബി കോളേജ് പഠിപ്പിക്കുന്നത് വഹാബീസം, ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ്. അൻസാരി വളവന്നൂർ അൻസാർ അറബിക് കോളേജ് പഠിപ്പിക്കുന്നത് വഹാബിസം, ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് അന്നും ഇന്നും. അങ്ങനെ ഗവൺമെന്റ് ജനവിരോധ വഹാബിസത്വം കൊണ്ടുവന്നു CH മുഹമ്മദ് കോയ സാഹിബ്. അതാ പ്രശ്നം. ബാബയ്ക്ക് തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാബയ്ക്ക് തങ്ങൾ നമ്മുടെ ആത്മീയ നേതാവാണെന്ന് അവരുടെ അറിയോ? ബാബയ്ക്ക് തങ്ങൾ പ്രസിഡന്റ് ആവുമ്പോ ബാബയ്ക്ക് തങ്ങൾ നിയന്ത്രിക്കണ്ടേ? അത് ബാബയ്ക്ക് തങ്ങൾ സ്ഥാനാർത്ഥികളെ ഇവർ തീരുമാനിച്ചിട്ട് കെട്ടിയേക്കാൻ കാശ് മന്ത്രിച്ചോര് കൊടുക്കും, ഒരു അൽഫാത്തിൻ വിളിക്കും. പിന്നെ ഇവർ ജയിച്ച് കാര്യങ്ങളൊക്കെ ഇത് വഴി വഹാബികളെ കൊണ്ടുപോവുക. ഞാൻ പറയുന്നത് ഇത് മനസ്സിലാവല്ലോ. എന്നാ മനസ്സിലാവണില്ലെങ്കിൽ CH എന്നൊരു പുസ്തകം വാങ്ങാൻ കിട്ടും കടയിൽ. CH എന്ന അതിന്റെ പേര്. CH മുഹമ്മദ് കോയ സാഹിബ് ചരിത്രമാണ് ആ പുസ്തകത്തിലുള്ളത്. ഷിഹാബ് തങ്ങളാണ് അതിന് അവതാരിക എഴുതിയത്. അതിന് ഷിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, ഈ മഹത്തായ ഗ്രന്ഥം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവിതം ഒപ്പിയെടുത്ത ഗ്രന്ഥമാണ്. ഇതെല്ലാവരും വായിക്കണം. ഷിഹാബ് തങ്ങൾ അങ്ങനെ എഴുതിയാണ്ട ഞാൻ വാങ്ങി വായിച്ചു. ആ പുസ്തകത്തിന്റെ 60 മുതൽ 65 വരെ പേജ് നോക്കിയാൽ കാണാം CH മുഹമ്മദ് കോയ സാഹിബിന് മുജാഹിദ് മൗലവിമാരായ KM മൗലവി, MCS മൗലവിമാരുമായിട്ട് മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ CH ഒരു കൊച്ചു മുജാഹിദായി കഴിഞ്ഞിരുന്നു എന്നും ആ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ 7 ഓറിയന്റൽ അറബിക് കോളേജ് 7 വഹാബി ആശയത്തിന് വിട്ടുകൊടുത്ത് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന സംവിധാനം ഇന്നും നിലനിൽക്കുന്നു. നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അവർ ഉപയോഗപ്പെടുത്തി. 1960 കേരളത്തിൽ ആദ്യമായി വഖഫ് ബോർഡ് നിലവിൽ വന്നു. വഹാബിക്ക് വഖഫ് സ്വത്തുണ്ടായിരുന്നോ? കേരളത്തിൽ ഇല്ലല്ലോ. അവർക്ക് മരിച്ചവരെ പേരിൽ നമ്മൾ എന്ത് ചെയ്താലും കൂടിത്തൂരല്ലോ. അതേസമയത്ത് വഖഫ് സ്വത്ത് സുന്നികൾക്കുള്ളൂ. ആ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ കേരള ഗവൺമെന്റ് 1960 വഖഫ് ബോർഡ് കൊണ്ടുവന്നപ്പോ ആ വഖഫ് ബോർഡിൽ ഒരു സുന്നിയെ മെമ്പറാക്കിയില്ല, എല്ലാ വഹാബി. എന്നാൽ സുന്നികൾക്ക് ആ വഖഫ് ബോർഡ് മെമ്പർ സ്ഥാനം കിട്ടിയിട്ടുണ്ടോ? 83 ശേഷം EK നായനാർ അധികാരത്തിൽ വന്നപ്പോൾ അപ്പോഴേക്ക് വഖഫ് സ്വത്തൊക്കെ നഷ്ടപ്പെട്ടു. ഏതൊക്കെ വഖഫ് നഷ്ടപ്പെട്ടു? മലപ്പുറം ജില്ലയിലേക്ക് വരി. മലപ്പുറത്തെ പള്ളി മലപ്പുറം സെന്ററിലുള്ള പള്ളി നഷ്ടപ്പെട്ടു. അവിടെ സുന്നികൾക്ക് പള്ളിയില്ലാതെയായി. എടവണ്ണയുടെ പള്ളി നഷ്ടപ്പെട്ടു. എടവണ്ണയിൽ 50 കൊല്ലം സുന്നികൾക്ക് പള്ളിയില്ലാതെയായി. ഇപ്പൊ നമ്മളുണ്ടാക്കി. വദായിക പള്ളി നഷ്ടപ്പെട്ടു. പകരം ഇന്നും നമുക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുളിക്കൽ പള്ളി നഷ്ടപ്പെട്ടു. പകരം നമ്മൾ 2000 പള്ളി ഉണ്ടാക്കി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിന്റെ പരിസരത്ത് മാത്രം 10 ജുമുഅത്ത് പള്ളി നഷ്ടപ്പെട്ടു. മൊയ്തീൻ പള്ളി നഷ്ടപ്പെട്ടു. പട്ടാളപ്പള്ളി നഷ്ടപ്പെട്ടു. ഷാദുൽ പള്ളി നഷ്ടപ്പെട്ടു. എങ്ങനെയാ നഷ്ടപ്പെടുന്നത്? വഖഫ് ബോർഡിൽ ഇവരാണ്. ഇവർക്ക് ഗവൺമെന്റിന് ഈ വഹാബികളെ അറിയുകയുള്ളൂ. നമ്മൾ സാധു ഉസ്താദന്മാര് അവർ വാതി പറഞ്ഞ് പള്ളി ഉണ്ടാക്കും. നമ്മൾ ഒരു ചോദ്യം മാത്രം വാങ്ങിക്കൊടുക്കും. ഉസ്താദിന് ചോറുന്നാൻ വരെ പുറത്തിറ കണ്ട പാവപ്പെട്ട ഉസ്താദ് ആ പള്ളിയിൽ അവിടെ ഇരിക്കും. പുറത്തെ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കൊണ്ടുനടക്കും. നമുക്കൊരു സംഗതിയിലും പ്രവേശനമില്ലാതെയായി. അപ്പൊ നമ്മൾ ഇതിന് മാറ്റം വരുത്തണം. 1976 ബഹുമാനപ്പെട്ട AP ഉസ്താദ് SYSന്റെ സംസ്ഥാന സെക്രട്ടറിയായി. 74 മുഷാവറ മെമ്പറായി. മഹാനവറുകളുടെ നേതൃത്വത്തിൽ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടക്കം കുറിച്ച നവോത്ഥാന പ്രവർത്തനം ഇടക്ക് മുടങ്ങിപ്പോയത് പുനരാരംഭിച്ചു. ആ പുനരാരംഭത്തിന്റെ വകയായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയും പള്ളി ദർസിൽ പഠിക്കുന്ന കുട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് SSF എന്നൊരു വിദ്യാർത്ഥി സംഘം രൂപീകരിച്ചു. ഇന്ന് കണ്ടില്ലേ ആരാ അധ്യക്ഷ സ്ഥാനത്ത്? ഒരു മുസ്ലിയാനല്ല, ഭൗതികം പഠിച്ച ആളുകൾ ഉസ്താദന്മാരെ പോലെ ഒട്ടി എഴുതി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം കേരളത്തിൽ വന്നു. ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും തലപ്പാവിന്റെ മഹത്വം ഉൾക്കൊള്ളുന്ന പോലീസുകാരുണ്ടായി. കോടതിയിൽ ചെന്നാലും ഉസ്താദന്മാരെ മഹത്വം അറിയുന്ന ജഡ്ജിമാരും അഡ്വക്കറ്റുമാരുമുണ്ടായി. നമ്മൾ തലതൊടങ്ങി പഠിക്കുക ചെയ്ത് തലതൊടങ്ങി അതിന് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഉയർത്തിക്കൊണ്ടുപോയി. അങ്ങനെ വന്നപ്പോ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മളെ ഈ പരിപാടിക്ക് പെർമിഷൻ എടുക്കുന്നത് രാഷ്ട്രീയക്കാരാ അല്ല. SYSന്റെ സെക്രട്ടറി ധൈര്യമായിട്ട് ചെന്നിട്ട് SIന്റെ മുന്നിലെ കസേര വലിച്ചിട്ട് ഇരുന്ന് കാണുന്നത് സാറേ യൂത്ത് കോൺഫറൻസ് ഞങ്ങൾ മൈക്ക് പറയാൻ പറ്റും പറഞ്ഞു. നമ്മൾ പറയുന്നത് നമുക്ക് വില്ലേജ് ഓഫീസിന് വഴി അറിയും, പോലീസ് സ്റ്റേഷനിക്ക് വഴി അറിയും, പള്ളി ഏത് വഴിക്കാണ് കട്ട് കൊണ്ടുപോകുന്ന ആ റൂട്ട് നമുക്കറിയും, വഴി വെച്ച് ബ്ലോക്കിടാൻ നമുക്കറിയും. അങ്ങനെ നല്ലൊരു തലമുറയെ ഉസ്താദ് സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ യൂത്ത് കോൺഫറൻസ്. ഇപ്പൊ ഞാൻ കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെല്ലാം ഞാൻ നിരവധി യൂത്ത് കോൺഫറൻസിൽ പങ്കെടുത്തു. നിങ്ങൾ നോക്കൂ, ഈ ചെറുപ്പക്കാർ ഇത്രയും ആളുകൾ 2 ദിവസം ഇവിടെ ഒരുമിച്ച് കൂടി ആരെങ്കിലും ശമ്പളം കൊടുത്തിട്ടാണ്? അല്ലല്ലോ. ആഖിറത്തിന് പ്രാധാന്യം നൽകുന്ന നല്ലൊരു വിഭാഗത്ത് നമുക്കുണ്ടായി അല്ലാഹു ചെയ്ത നിയമത്താൽ. ആ നിലയ്ക്ക് നിങ്ങൾ നോക്കൂ, നമ്മളൊരിക്കലും മുസ്ലിം ലീഗിനെതിരെ നീങ്ങിയിട്ടില്ല. അവർ തെറ്റിദ്ധരിച്ചതാണ്. ലീഗ് രാഷ്ട്രീയം വഹാബീസം വളരെ ഉപയോഗപ്പെടുത്തിയത് അവസാനിപ്പിക്കണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
ലീഗ് പിരിച്ചു വരണമെന്നൊരു വാദം നമുക്കില്ല. ഇന്നത്തേക്ക് സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അവർ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. കാരണം എന്താ, ഇന്ന് ജാതി ചിന്തകൾക്കനുസരിച്ച് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വീതം വെച്ചു കൊടുക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇങ്ങനൊരു വിവാഹം ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്ക് പാർലമെന്റിൽ പറയാൻ ഒരാൾ നല്ലതാണ്. നിങ്ങൾ പറയും മുസ്ലിം രണ്ടാളല്ലേ ഉള്ളൂ. 300 മെമ്പർമാരുള്ള പാർട്ടിക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ ഒരാൾ മാത്രമുള്ള കക്ഷിക്കും കിട്ടും. ഈ ഒരാളാണെങ്കിലും അതിനൊരു പാർലമെന്ററി ബോർഡ് ലീഡർ ഉണ്ടാവും. അത് ഈ ഒരാളേക്കാളും. അതുകൊണ്ട് ബില്ല് അവതരിപ്പിക്കുമ്പോ എല്ലാ പാർട്ടിയുടെയും പാർലമെന്റ് ലീഡർമാർക്ക് അഭിപ്രായം പറയാൻ അവസരം ഉണ്ടാവും. നിങ്ങൾ ലീഗിന് രണ്ടാളോ അങ്ങനെ കളിയാക്കണ്ട. ആ രണ്ടാൾ വേണമെന്ന് വെച്ചാൽ ശബ്ദം അവിടെ എത്തിക്കാൻ അവർക്ക് കഴിയും. ബി പോക്കർ സാഹിബ് ലീഗിന്റെ ആദ്യകാല MP ആയിരുന്നു. അദ്ദേഹത്തെ ആരോ കളിയാക്കി പാർലമെന്റിൽ നിന്ന്. എന്താ കളിയാക്കിയത്? ഇവിടെ ഒരു 200, 300 MP, 100, 15, 50 പ്രാതിനിധ്യമുള്ള പാർട്ടിക്കാർക്ക് അവസരം കിട്ടണമാതിരി ഇയാൾക്ക് എല്ലാത്തിലും ഈ ഒരൊറ്റയാൾക്ക് എന്ന് പറഞ്ഞപ്പോ, ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഈ രാജ്യത്തെ 15% പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് 15 വട്ടം പറയാൻ എനിക്ക് അവസരം വേണമെന്ന് പറഞ്ഞാൽ അബി പോക്കർ സാഹിബ്. അപ്പോ മുസ്ലിം ലീഗ് പാർലമെന്റിൽ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ വന്ന പെശക് തിരുത്തണം. അൽഹംദുലില്ലാഹ് കുറേശ്ശെ തിരുത്തിയിട്ടുണ്ട്. ആ തിരുത്തിനനുസരിച്ച് നമ്മൾ സഹകരിക്കണമുണ്ട്. പൂർണ്ണമായി തിരുത്തുമ്പോൾ പൂർണ്ണമായി നമ്മൾ സഹകരിക്കും. പക്ഷെ അവർ നമ്മുടെ തിരുത്തൽ പ്രക്രിയ തെറ്റിദ്ധരിച്ചിട്ട് നമ്മെ ആക്രമിക്കാനും നമ്മെ കൊന്നുകളയാനും മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ചൊന്ന് തിരിച്ചടിച്ചു. ആ തിരിച്ചടിച്ച കാരണത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, 3 തവണ മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ വരാതെ MP ആയ ആളാണ് ബഹുമാനപ്പെട്ട ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ മഞ്ചേരി സ്ഥാനാർത്ഥിയായി വാഫക്കി തങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്മായിൽ സാഹിബ് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, തങ്ങളെ ഞാൻ മഞ്ചേരി വന്ന് വോട്ട് ചോദിക്കുന്നത് ശരിയില്ല, പക്ഷെ ഇങ്ങൾക്ക് ഞാൻ പാർലമെന്റിൽ നിങ്ങൾ ജയിപ്പിച്ച് ഇവരെന്ന് വിളിച്ചു പറയാൻ. അങ്ങനെ പാർലമെന്റിൽ വരാതെ ജയിച്ചുപോയ ആളാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അത് മഞ്ചേരി വരാതെ. ആ മഞ്ചേരി പാർലമെന്റിൽ സകല ഉറുക്കും മന്ത്രം ഏലസും നൂലും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കെതിരെ നീക്കം നടത്തിയിട്ട് അതൊക്കെ തകർത്ത് നമ്മളവിടെ മറ്റൊരാളെ ജയിപ്പിച്ചിരുന്നു. ആ ജയിപ്പിച്ച കാരണത്താൽ നിങ്ങൾ നോക്കൂ, ഇത് എന്തിനാണ് ജയിപ്പിച്ചത്? ചരിത്രപരമായ പകരം വീട്ടലാണ്. അത് അല്ലാഹു തആല കബൂലാക്കിയതിന്റെ ഭാഗമായി ആ ജയത്തോടുകൂടെ ആ മണ്ഡലം തന്നെ ഇല്ലാതെയായി. ഇപ്പൊ മഞ്ചേരി മണ്ഡലമില്ലല്ലോ. അതായത് പടച്ചോൻ ആ മോശപ്പെട്ട ലീഗിന്റെ ചരിത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ മഞ്ചേരി മണ്ഡലം തന്നെയാണ് മയച്ചു കളഞ്ഞു. അതിന്നില്ല. അതുകൊണ്ട് ലീഗ് മണ്ഡലം പോലും മയക്കപ്പെട്ട സ്ഥിതിക്ക് അവർ നന്നായി വരുന്നുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ കുറ്റിപ്പുറം മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി അല്ലാഹു ആ പരാജയത്തോടെ ആ മണ്ഡലം തന്നെ ഇല്ലാതെയാക്കി. ഇന്ന് 140 മണ്ഡലത്തില് കുറ്റിപ്പുറല്ല. ഇതൊക്കെ ചരിത്രം വിലയിരുത്തൂലേ ഭാവിയിൽ? എന്തുകൊണ്ട് കുറ്റിപ്പുറം മണ്ഡലം ഇല്ലാതെയായി? ഒന്നിന് കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സ് വേദനിച്ചതുകൊണ്ടാണെന്ന് അവർക്ക് പറയാം. എന്നാലും ആ മണ്ഡലമില്ലല്ലോ. മഞ്ചേരി ആ മണ്ഡലമില്ലല്ലോ. എന്തുകൊണ്ടില്ലാതെയായി? ഊരിൽ നമ്മൾ കൊടുത്ത തിരിച്ചടി. ആ തിരിച്ചടിയിൽ അത് നന്നായി, കുറേ നന്നായി. ഒന്നിച്ചതാ മർക്കസിലേക്ക് വരുന്നു. നേരത്തെ നിങ്ങൾ നോക്കൂ, മർക്കസിന്റെ ആദ്യകാലത്ത് ഇവരൊഹാദി കോളേജിൽ പോയി തലങ്ങും നിരങ്ങും മന്ത്രിമാരിക്കുമ്പോ AP ഉസ്താദ് അന്നത്തെ മന്ത്രി അഹമ്മദ് സാഹിബിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഒന്ന് നമ്മളെ മർക്കസ് എത്തിങ്ങാനി വരണം പറഞ്ഞു. കുട്ടികൾ മന്ത്രിനെ കാണാനാ. ആ വരാ ഒന്നില്ല, എത്രയോ തവണ വരാ ഒന്നില്ല. അവസാനം ഒരു AP ഉസ്താദ് അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞങ്ങൾ ഈ നാട്ടിലെ ഭാഗമാണ്, ഞങ്ങൾ എത്തിയും കുട്ടി നിങ്ങളൊന്ന് കാണാൻ ആഗ്രഹം ഒന്ന് വരണം എന്നാണ്. എന്നാ ഞാൻ വരാം, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കാറ്.
കോഴിക്കോട് ഇയാളെ വിളിച്ചു പറഞ്ഞ കുട്ടികളെ നെയ്ലാക്കി നിർത്തിക്കൊടുത്തിട്ട് വരുന്നതാണ്. 2 മണിക്കൂർ നേരം കുന്നംമംഗലം റോട്ടിൽ ചെറിയ എത്തിയും കുട്ടികളെ ബരിക്ക് നിർത്തി. ഇപ്പൊ മന്ത്രി വരും സ്വീകരിക്കാനേ, അയാൾ വന്നില്ല. അത്രയും അവർ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ലീഗിനവർക്കല്ല, ലീഗ് വഴി ഉണ്ടാക്കിയ അപകടം അത് തിരുത്തിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അവർക്ക് തെറ്റിദ്ധാരണ കൊണ്ടു. അങ്ങനെ അതാ തിരൂര് തോറ്റു, മംഗള തോറ്റു, കുറ്റിപ്പുറം തോറ്റു. അങ്ങനെ തോറ്റു രാമനും 5 ആളായി ചുരുങ്ങിയ പാർട്ടി. അങ്ങനെ വന്നപ്പോ ആ രാമൻ തന്നെ നമ്മൾ ജയിപ്പിച്ച രാമൻ കൊല്ലമംഗലം മണ്ഡലത്തിൽ രാമനല്ലേ ജയിച്ചോട്ടെ, അത് നമ്മൾ ജയിപ്പിച്ചു. അങ്ങനെ 6 ആൾ ചുരുങ്ങിയപ്പോഴാണ് ആ മർക്കസിക്ക് വരിയായിട്ട് വരിക. ഓരോരുത്തർ മന്ത്രിമാര് റോട്ടിൽ നിന്ന് വായിച്ച പോസ്റ്റർമാർ മർക്കസിക്ക് വിളിക്കുക. അവസ്ഥ സമ്മേളനം മറ്റന്നാളെ തുടങ്ങല്ലേ, ഞാൻ രാവിലെ ഞാൻ വരും. നമ്മൾ നോളജ് സിറ്റി തർക്കമിടുമ്പോ മന്ത്രിമാരെ കൊണ്ട് ഇടങ്ങാറായി. കാരണം ആകെ കേരളത്തിലുള്ള 19 എത്ര മന്ത്രിമാർ വെച്ചെങ്കിൽ ഇത്രയധികം വരുന്ന നമ്മൾ ഓർത്തില്ല. ഒന്നിച്ചു വരികയാണ്, ഒന്നിച്ചു വരിക. അത് ആ ചരിത്രപരമായ തിരുത്താണ്. ആ തിരുത്ത് വന്നപ്പോ നമുക്ക് സന്തോഷമായി. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ മദ്യപാനി ഉണ്ടെങ്കിൽ അയാൾ നന്നാകാൻ വേണ്ടിയാണ് വേവ് പറയുന്നത്. അങ്ങനെ വേവ് ഇങ്ങനെ പറഞ്ഞു വേവ് ഇങ്ങനെ പുരോഗമിച്ചപ്പോ അയാള് ഇന്നലെ രാത്രി കുടിച്ച് ഇന്ന് രാത്രി കുടിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പൊ രാവിലെ നമുക്ക് ആ ചെറിയൊരു സ്നേഹം തോന്നി. അപ്പൊ നമ്മൾ പ്രവർത്തകർ കള്ളുടനായിട്ടാണ് ലോകത്തിന് പോകുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ കള്ളുകൂടി നന്നായി വരുന്നുണ്ട്. ഇന്നലത്തെ വയതിന് ഇയാൾ ഇന്ന് രാത്രി കുടിച്ചിട്ടില്ല. അപ്പോ കുടി കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ അദ്ദേഹവുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു. കുടി പറ്റ നിർത്തുമ്പോ പൂർണ്ണമായി നമ്മളെ ഫ്രണ്ടാവുന്നു. ഇതുപോലെ മുസ്ലിം ലീഗുമായി നമ്മൾ അടുക്കുകയാണ്. ആർക്കും സംശയം വേണ്ട. പക്ഷെ ആ അടുപ്പം നന്നാകുന്നതിനനുസരിച്ചാണ്. മുസ്ലിം ലീഗുമായി അടുക്കുന്നതിന്റെ പേര് മറ്റുള്ളവരുമായി നമ്മൾ അകലുമോ? ഒരിക്കലും അകലില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. കാരണം എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണ്. എന്തൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ കക്ഷികളെയും നമ്മൾ അനുകൂലിക്കും. എന്തിനാണ് അനുകൂലിക്കുന്നത്? ഇവിടെ നമുക്ക് ദീനിയായ പ്രവർത്തനം നടത്തണമെങ്കിൽ രാജ്യം ഭരിക്കുന്നവരെ പിന്തുണ വേണം. അല്ല ഞാൻ നടക്കൂല. അപ്പൊ നമ്മളെല്ലാവരും പിന്നെ ഇതാ മോഡി അധികാരത്തിൽ വരികയാണ്. ഇനി ബിജെപിന്റെ പൈപ്പ് വെള്ളം വേണ്ടോ, ബിജെപിന്റെ കറണ്ട് വേണ്ടോ, ബിജെപിന്റെ പെട്രോൾ പമ്പ് വേണ്ടോ നിങ്ങൾ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഇപ്പം നമ്മളെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യ നയത്തിലെ സ്ഥിതി അങ്ങനെയാണ്. അല്ലാതെ ഒരു പൊതുരംഗത്തുള്ളവർക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവർ അലയൻസ് എവിടെയാണ് നടക്കണത്? സഹായിക്കുന്നവരെ നോക്കി അലയൻസ് ഉണ്ടാവും. ഉദാഹരണം പറയാം, ഇവിടെ ഒരു പള്ളി നിർമ്മിക്കണം. അതിന് ചിലപ്പോൾ ഞാൻ വേറെ പറഞ്ഞാൽ നിങ്ങൾ സ്ഥലം തരും. പിന്നെ പള്ളി ഉണ്ടാക്കണം, അതിന് വേറെ പറഞ്ഞാൽ ഞങ്ങൾ പൈസ തന്ന് പള്ളി ഉണ്ടായി. പള്ളി ഉണ്ടാവേണ്ട നിസ്കാരം നടക്കുമോ? നിസ്കാരം നടക്കണമെങ്കിൽ ഒതുണ്ടാക്കാൻ സൗകര്യം വേണം. അതിന് ഹാവ് ഉണ്ടാക്കി, അതും പിരിവെടുത്തു കാണുന്നു. കിണർ കുത്തി, അതും പിരിവെടുത്തു കാണുന്നു. മോട്ടർ വാങ്ങി, അതും പിരിവ് കിട്ടി. ഇനി ഈ കിണറ്റിലെ വെള്ളം ഈ മോട്ടർ വഴി അവിടെ കൊത്തുവോ? എത്തണമെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന് കറണ്ടിന്റെ കണക്ഷൻ വേണം. അപ്പൊ ഇവർ ഒരു പറ്റും രാഷ്ട്രീയക്കാർ ആ പള്ളിക്ക് കറണ്ട് കൊടുക്കൂല. അവരോട് നമുക്ക് വെറുപ്പ്. വേറൊരു പറ്റും രാഷ്ട്രീയക്കാർ അവരോട് പക്ഷെ നിസ്കരിക്കാത്ത ആളുകളായിരിക്കും. പക്ഷെ നിസ്കരിക്കുന്നവരോട് അവർക്ക് വെറുപ്പില്ല. അതുകൊണ്ട് കറണ്ടിനെ കണക്ഷൻ തന്നു. അപ്പൊ നമ്മൾ അവരെ ഗ്രൂപ്പായി നമ്മൾ എങ്ങനെയാ ഇപ്പൊ ഈ രണ്ടുണ്ടായത്? ഈ പള്ളിയിൽ നിസ്കാരം നടത്താൻ വേണ്ടിയിട്ട് കിണർ കുത്തി മോട്ടർ വാങ്ങി അതിനുണ്ടാക്കി. പക്ഷെ വെള്ളം കിട്ടണേ കറണ്ട് കണക്ഷൻ വരാം. അതുപോലെ രാഷ്ട്രീയ ഡിപ്പാർട്ട്മെന്റാ. ആരാണ് കണക്ഷൻ തന്നതെങ്കിൽ അവരോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവും. ഈ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ വോട്ട് പിടിക്കാൻ പോവോ? വോട്ടൊന്നും പിടിക്കാൻ പോവില്ല. സസ്പെൻസ് വയ്ക്കാൻ എപ്പോഴും. വോട്ട് രാവിന്റെ തലേന്ന് നാളെ വോട്ടാണെങ്കിൽ ഇന്ന് രാത്രി വോട്ട് രാവാണ്. വോട്ട് രാവിന് എല്ലാവരും വോട്ട് ചോദിച്ചിങ്ങനെ നടക്കുക, ആകെ നടക്കുക.
ഇവര് പറയാൻ കള്ളുടിക്കാനൊക്കെ പൈസ കൊടുക്കുമ്പോൾ തലേന്ന് ബോട്ടിന്റെ അന്ന് കള്ളുണ്ടാവില്ലല്ലോ. അപ്പൊ തലേന്നാ പൈസ കൊടുക്കുക, വാങ്ങി വെക്കാൻ വേണ്ടി. സ്ഥിരം കുടിക്കാൻ കുപ്പി വാങ്ങിച്ചോളൂ, നാളെ ഞാൻ ബോട്ടായതുകൊണ്ട്. എന്തിനാ ബോട്ടിന്റെ അന്ന് ഇപ്പൊ കള്ള് ഷാപ്പ് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന CPM വരെ ഈ വോട്ടിന്റെ ദിവസം കള്ള് ഷാപ്പ് പൂട്ടാൻ അനുവദിക്കുന്ന എന്തിനായിരുന്നു ഞങ്ങള്? അന്ന് ഒരു കള്ളുടിച്ച് വന്നാൽ ചിഹ്നം മാറിപ്പോവും. അപ്പൊ ഇവർ ഐക്യകണ്ഠേന കള്ള് നിരോധിക്കുക അന്ന്, പിന്നെ വോട്ടിന്റെ പിറ്റേന്ന് കുടിക്കുമ്പോൾ. അപ്പൊ വോട്ടിന്റെ അന്ന് കള്ളു കുടിക്കാനുള്ള പൈസ അന്ന് കള്ളു കിട്ടാത്തതുകൊണ്ട് തലേന്ന് അവർ പൈസ വിതരണം ചെയ്യാം. വാങ്ങിച്ചോളി ഓരോ കുപ്പി 10 വീട്ടിൽ കയറി ഇറങ്ങിയാലും. അങ്ങനെ വീടൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നമ്മളെ പള്ളിന്റെ മുന്നിൽ കൂടെ വരികയാണ്. നമ്മൾ അന്ന് നമ്മളെ ഇശാ നിസ്കരിച്ച് അദ്ദാദി എല്ലി ഇങ്ങനെ കുത്തിർക്കുകയാണ്. അപ്പൊ ഇവര് നമ്മളെ പള്ളിന്റെ മുന്നിൽ തീരുമാനിച്ചിട്ട് നമ്മൾ എത്ര സ്കൂൾ വർക്ക് നടത്തിയാലും ഈ വാർഡിൽ ജയപരാജയം തീരുമാനിക്കുക ഈ പള്ളിയിലുള്ള ആൾക്കാരാട്ടോ. നമ്മളെ വോട്ട് എല്ലാവർക്കും. എന്താ എവിടെത്തി മെതന്നെടുത്ത് അൽഹംദുലില്ലാ ആ വീട്ടുകാരിയോ അവിടെ കൈകാലിട്ടോ നമുക്കിനാണ് കയറാൻ വയ്യ. ഇങ്ങനെയുള്ള എല്ലാ എളുപ്പം നമ്മൾ എടുത്തുന്നുണ്ട്. സുബഹിസ്കരിച്ച് 7 മണിക്ക് നമ്മൾ ബോർഡിംഗ് ബൂത്തിൽ പോകണം. എന്തിന്? അത് നമ്മൾ ജനാധിപത്യ അവകാശമാണ്. എന്നാൽ നമുക്ക് ആരോടും വിരാതില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുമോ? അത് അസാധുവായി പോകും. ഒരാൾക്കേ ചെയ്യാവൂ. അപ്പൊ ആ ബാലറ്റ് പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ ആരാണ് തമ്മിൽ ഭേദം തൊമ്മൻ, ഇതിലാരാണ് ഒന്നുകൂടി നോക്കും. പടച്ചോനോട് റഹ്മാനായ റബ്ബേ, എനിക്കും എന്റെ ദീനിനും എന്റെ രാജ്യത്തിനും അനുകൂലമായ ആളെ വിജയിപ്പിക്കണേ എന്ന നിലക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വോട്ട് തരും. ഇനി എന്നാണ് ഡിക്ലറേഷൻ പിന്നെ വിജയം പ്രഖ്യാപനം എന്നാണ്? അന്ന് നമ്മൾ നിസ്കാരം നമ്മൾ ഒഴിവാക്കാതെ കൗതുകത്തോടുകൂടെ നോക്കുക ആരാ ജയിച്ചത്. ചിലപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാത്ത ആളേക്കാരെ ജയിച്ചേക്കുക. അൽഹംദുലില്ലാ നമ്മളെ വോട്ട് കൊണ്ട് അയാൾ ജയിച്ചു. ഇനി അടുത്ത 5 കൊല്ലം വരെ അയാളെ നമ്മളെ നേതാവ്. ഈ ഒരു രാഷ്ട്രീയ നിലപാടേ കഴിയുള്ളൂ. ഇത് മുനാഫിക്കിന്റെ അടയാളമല്ല. ഇവരങ്ങനെ കഴിയൂ. അതൊരു ക്ലബ്ബുകാർക്ക് അങ്ങനെ കഴിയുള്ളൂ. ഒരു പ്രസ്ഥാനം നടത്തി നമുക്ക് അവനെ കഴിയുള്ളൂ. എന്നാൽ നമുക്ക് രാഷ്ട്രീയ നിലപാടില്ലേ വ്യക്തമായുണ്ട്. ആ നിലപാട് എന്താണ്? നമ്മെ ചരിത്രത്തിലൂടെ നീളം ആക്രമിച്ച വിഭാഗമുണ്ട്. അവരുടെ നമുക്കൊരു ആശങ്ക ഉണ്ടാവും, ഇവര് നമ്മൾ ചതിക്കൂലെന്ന്. അതിനനുസരിച്ച് അവരുമായുള്ള അലയൻസ് തുടരാതിരിക്കും. ഇതല്ലാതെ നമ്മൾ സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകന്മാരല്ല. ഈ രൂപത്തിൽ നിങ്ങൾ നോക്കൂ, നല്ല ആദർശശുദ്ധിയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ അല്ലാഹു തആല തന്നു. അതിന് നമ്മുടെ നേതാക്കന്മാർ കഠിനാധ്വാനം ചെയ്തു. ആ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ടു, അവരെ ഏറുകൊണ്ടു. നമ്മളെത്ര പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ടു. 7 പ്രവർത്തകന്മാര് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. അതിൽ 3 മയ്യത്ത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ശുശ്രൂഷ കുറിപ്പിക്കൽ കഫൻ ചെയ്യൽ എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് നമ്മുടെ മാന്യ സ്നേഹിതൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മിക്ക ആശുപത്രിയിൽ നമുക്കതിന് സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്, നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ടായതുകൊണ്ടാ. എന്താ അതിന്റെ പ്രത്യേകത? അരീക്കോട് 4 ദിവസം മുമ്പ് ഒരു കുട്ടി വണ്ടി തലന്റെ മേലെ കയറി ചതഞ്ഞെറിഞ്ഞ് മരിക്കുന്നു. 18 വയസ്സായ കുട്ടി. മഞ്ചേരി സാന്ത്വനം ടീമിന്റെ ചെയർമാൻ ഞാനാണ്. ഞാനിതറിഞ്ഞ് ഉടനെ ആശുപത്രിയിൽ വിളിക്കുന്നു. നമ്മളെ 10 വളണ്ടിയർമാർ ആംബുലൻസും കാത്ത് ഗേറ്റിൽ നിൽക്കുന്നു. അവർ ഈ മരിച്ച ചതഞ്ഞെറിഞ്ഞ മയ്യത്ത് വാരിയെടുത്ത് പെട്ടെന്നെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് കുളിപ്പിച്ചു, അവിടെ നിന്ന് നിസ്കരിച്ചു. ആംബുലൻസിൽ കയറ്റി നമ്മൾ ആംബുലൻസിന് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, അങ്ങനെ ഒരു സംവിധാനം നമുക്കൊന്ന് അല്ലാഹു നൽകി. ഇനി അൽഹംദുലില്ലാ RCCയുടെ മുന്നിലുള്ള ബിൽഡിങ്ങിന്റെ പണി കഴിഞ്ഞാൽ 300 പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസകേന്ദ്രമാകും. ഈ രൂപത്തിൽ നമുക്ക് അല്ലാഹു തആല വലിയ അംഗസംഖ്യ നൽകി. സാമ്പത്തികമായ എല്ലാവരുമേ പുരോഗമിപ്പിച്ചു. എത്രയാണ് നമ്മൾ അംഗസംഖ്യ നിങ്ങൾക്കറിയോ? മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ നമ്മളെ പ്രസിഡന്റ്, 60 കൊല്ലം നമ്മളെ പ്രസിഡന്റായ, സമസ്തന്റെ പ്രസിഡന്റായ താജുൽ ഉലമ വഫാത്തായപ്പോ മഹാനവറുകളുടെ മയ്യത്ത് മരണപ്പെട്ട വിവരം നാളത്തെ രാവിലത്തെ പത്രത്തിലേ ഉണ്ടാവുള്ളൂ.
സോഷ്യൽ മീഡിയകൾ അറിഞ്ഞവർ വന്നു. ഞാൻ എത്രയോ തൃശ്ശൂരുകാരെ അന്ന് അവിടെ കണ്ടു. രാത്രി 3:30 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നത്. തിരിച്ചു പോരുന്ന എട്ടിക്കുളത്ത് ഈ നേവി അക്കാദമി അക്വയർ ചെയ്ത ഒന്നിനും പ്രദേശം 300 ഏക്കർ ഭൂമിയാണ്. ആ 300 ഏക്കർ ഭൂമിയിൽ ഒരു ബൈക്ക് പോലും പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത വിധം വാഹന കൂമ്പാരങ്ങൾ. 8 കിലോമീറ്റർ ദൂരാണ് മനുഷ്യഭിത്തി. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ മനുഷ്യഭിത്തി. അത്രയും ജനസാന്ദ്രതയുള്ള പ്രസ്ഥാനമാക്കി അല്ലാഹു നമ്മൾ വളർത്തിത്തന്നു. താജുൽ അനുസ്മരണ സമ്മേളനം നടത്തി നമ്മൾ മലപ്പുറത്ത്. ആരെങ്കിലും വന്നോ എന്നറിയാൻ നമ്മൾ ക്ഷണിച്ചിരുന്നില്ല. മലപ്പുറത്ത് വെച്ചിട്ട് നടത്തി. നല്ല മഴ പെയ്തു വന്നു അൽഹംദുലില്ലാഹ്. ഞങ്ങളൊക്കെ മഴ കൊണ്ട് AP ഉസ്താദ് മഴ കൊണ്ട് തന്നെ പ്രസംഗിച്ച് മേൽപ്പരുണ്ടായിരുന്നില്ല സ്റ്റേജിന്. നല്ല പ്രസംഗം. അങ്ങനെ മഴ കിട്ടാനൊരു കാരണം അവിടെ വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ വേനൽക്ക് വേറൊരു വിഭാഗം, നമ്മളെ ചീത്ത പറഞ്ഞ വിഭാഗം അവിടെ മഴയ്ക്ക് വേണ്ടി ഭയങ്കര ദുആ നടത്തി. ഇന്ത്യ വിഷന്റെ വാരാന്ത്യം വായിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ പിറ്റേ ആഴ്ച പറഞ്ഞു, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാരണം ഉള്ള മഴക്കാറും കയറിപ്പോയി. ആ വിഭാഗത്തെപ്പറ്റി നമ്മളെ കേരള യാത്രന്റെ ബാക്കിൽ ഒരു മോട്ടോർ ബൈക്ക് യാത്ര നടത്തിയപ്പോ, കേരള യാത്ര നടത്തിയപ്പോ ഇതേ ജയചന്ദ്രൻ അന്ന് ഇന്ത്യ വിഷയനുള്ള പറഞ്ഞു, കോഴി ആവിയിട്ടതുപോലെയായി. നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ അന്ന് കയറിപ്പോയ മഴക്കാറ് ശുഭ്ര വസ്ത്രധാരികളായ നല്ല മനുഷ്യന്മാരെ ലക്ഷത്തിൽ പല ആൾക്കാരെ കണ്ടപ്പം മുന്നറിയിപ്പില്ലാതെ അങ്ങ് പെയ്തു, ശാന്തമായി പെയ്തു. നമ്മളെല്ലാവരും പങ്കെടുത്തൊരുക്കുണ്ട്. ആ സമ്മേളനം കഴിഞ്ഞു നോക്കുമ്പോ അവിടെ നിന്ന് അതിന് പിരിഞ്ഞു കിട്ടിയ സംഖ്യ 8 ലക്ഷം മുഹത്തുകയാണ്. ഇൻ കളക്ഷൻ മാത്രം 2,80,000. എന്താ ഇതിന് കാരണം? നമ്മുടെ അംഗസംഖ്യ. നമ്മളിന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു 10 റുപ്യ വീതെടുത്താൽ അത് കോടികളാക്കാൻ മാത്രം ജനസംഖ്യ അല്ലാഹു നമുക്ക് നൽകി. അതുകൊണ്ടാണ് മെഡിക്കൽ RCCന്റെ മുന്നിൽ 3 കോടി ഉറുപ്പിക സ്ഥലം വാങ്ങി. നിങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ അറിയും. അതതിന് പണി ആരംഭിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആദ്യം ഇത് അല്ലാഹുവിന്റെ ചെയ്ത നിയമത്താണ്. ഈ നിയമത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തി നമ്മളെ പ്രസ്ഥാന നായകൻ ഖമറുല്ലുലമാ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാരാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, ഇനിയും കൂട്ടിക്കൊടുക്കുമാറാകട്ടെ. മഹാനവർ ദീനല്ലാതെ വേറെ ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ല. എനിക്കെന്താ AP ഉസ്താദിനോട് ഇത്ര ബഹുമാനം? അത് ഒരു ആളോട് കൂട്ടുകൂടുമ്പോഴാണ് അയാളെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. 1983 AP ഉസ്താദിനോടൊപ്പം ഒരു പൊതുയോഗത്തിൽ ഞാൻ ആദ്യം പ്രസംഗിച്ചത്. ഇപ്പോഴും എനിക്ക് ആ സമയം അങ്ങനെ ഓർക്കുന്നുണ്ട്. ഉസ്താദ് സ്റ്റേജിലിരിക്കെ ഒരു വലിയ സമ്മേളനത്തിൽ ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് 83. അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ദിവസം പ്രാസംഗികന്മാർക്ക് വേണ്ടി മാത്രം AP ഉസ്താദ് ഒരു സീക്രട്ട് ഒരു കൗൺസിലിംഗ്, ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ ഒരു പ്രാസംഗികനുണ്ടാകേണ്ട ഗുണം, കാര്യങ്ങൾ ഞങ്ങൾ 10-15 ആളുകളേ ഉള്ളൂ. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു തന്നിട്ട് ലാസ്റ്റ് ഒരു സ്വകാര്യ ഉപദേശം നൽകി. എന്താണ് ഉപദേശം? നിങ്ങളൊരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നാൽ പരിപാടി കഴിഞ്ഞ് പോരുമ്പോൾ സംഘാടകർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കവറിലിട്ട് തരും. മതി ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഉസ്താദ് അന്ന് പറഞ്ഞാണ് കവറിലിട്ട് തരും. അവിടെ നിന്ന് പോരുമ്പോ അത് എത്ര സംഖ്യ ഉണ്ട് എന്നറിയാൻ അതിനുവേണ്ടി അത് പൊളിച്ചു നോക്കരുത്. ഏത് കാലത്താ ഇന്നത് ഞാൻ പറയുന്നത്? ഞാൻ പറയണോ? ആഹാ, എന്നാ ഇന്റെ വിഗ്രഹം വെക്കണം പോസ്റ്ററിൽ. എനിക്ക് ഇങ്ങനെ വേദ പറഞ്ഞ ഇടത്തുനിന്ന് 45,000 കിട്ടിയത്. ഇവിടെ 50,000 കിട്ടണം. 50,000 ഉറുപ്പിക എസ്റ്റിമേറ്റ് വേദ ഏൽക്കുകയാണ്, വിഗ്രഹം വെച്ചുകൊണ്ടുള്ള വേവ്. മാത്രമല്ല 2015 റിലീസാകാൻ പോകുന്ന സിനിമ പടം ഈ 50,000 വാങ്ങലോ 1,000 വിഷയം കവർ ജീവിതമായിരിക്കും. ആ
കവർ ജീവിതത്തിൽ 2015 റിലീസാകാൻ പോകുന്ന സിനിമന്റെ പാട്ടുപാടുകയാണ്. അങ്ങനത്തെ കാലഘട്ടമാണിപ്പോ. ആ കാലഘട്ടത്തിലാണ് ഞാനത് പറയുന്നത്. എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങൾക്ക് സ്വകാര്യമായി നൽകിയ തർബിയത്ത് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും നമ്മളെ പ്രവർത്തകന്മാർ കവർ തന്നാൽ സംഖ്യ അറിയുന്നതിന് വേണ്ടി പൊളിച്ചു നോക്കരുത്. അങ്ങനെ പൊളിച്ചു നോക്കിയാൽ നിങ്ങളെ ദീൻ എന്തിനാവും? നിങ്ങൾ പണത്തിന് വേണ്ടി പറയലാവും. സ്വാഭാവിക മനഃശാസ്ത്രം ഉണ്ടായില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് 300 കിട്ടി, ഒരു സ്ഥലത്ത് നിന്ന് 1000 കിട്ടി, വേറെ സ്ഥലത്ത് നിന്ന് 500 കിട്ടി. ഇത് കൃത്യമായി നോക്കി വെക്കണ സ്വതലുണ്ടെങ്കിൽ ചിന്ത ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം 300 തന്നോ അടുത്ത പ്രാവശ്യം ബാധന പിടിക്കുമ്പോ ഒരു നിരക്ക് ഒഴിവുണ്ടാവില്ല. അതാണ് അതിന്റെ മനഃശാസ്ത്ര പ്രശ്നം. അപ്പൊ ഈ നിരക്ക് അദ്ദേഹം ഞങ്ങളെ തർബിയത്ത് ചെയ്തു. അല്ല ഞങ്ങൾക്ക് അത് ഇന്ന് കാഴ്ച ഇന്ന് വരെ AP ഉസ്താദിന്റെ വക ഒരു കാലിച്ച ഞാൻ കുടിച്ചിട്ടില്ല. മറക്കശനെങ്കിലും കുടിച്ചിട്ടുണ്ടോ? അല്ല ഈജിപ്ത് എനിക്ക് വേണ്ടി കുറെ പ്രസംഗിച്ച ആളല്ലേ എന്നാ ചായ എന്റെ വക എന്ന് അറിഞ്ഞാണ്ട് അങ്ങനൊരു ഉറപ്പ് പോലും എടുത്തു തന്നിട്ടില്ല. ഇല്ല, ബന്ധം ആത്മീയ മാത്രമാണ്. കഴിഞ്ഞില്ല. സ്ഥാപനം നടത്തുന്ന ഞങ്ങളെ ഇടക്കിടക്ക് വിളിക്കലപ്പം മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദ് വരുമ്പോ ഇത്ര ഉണ്ടാക്കില്ലേ? ഞാൻ ഈ മർക്കസ് വേണ്ടിതാ കോടാനക്കോടി ഉറുപ്പിക പിരിച്ചിട്ട് മക്കളെ ഇന്ന് വരെ ഒരു നയാ പൈസ ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇത്ര ഞാൻ പിരിച്ചതിന് ഇത്ര വീതം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷൻ പിരിക്കരുത്, കമ്മീഷൻ വാങ്ങരുത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ വാങ്ങിയാൽ അല്ലാഹു നിങ്ങളെ കുടുക്കിക്കളയും. എന്നിട്ട് അവസാനം ഒരു ഉപദേശമുണ്ട്. നിങ്ങൾ ചോദിക്കും, പിന്നെ നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന്? നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം അല്ലാഹു നൽകും. നിങ്ങളാവശ്യം അവൻ നിറവേറ്റിത്തരും. ഈ തവക്കുൽ നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങൾ എവിടെയെങ്കിലും പ്രസംഗത്തിൽ ആരെങ്കിലും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ചു എന്ന് കേട്ടാൽ ഉടനെ പറയും, ആഖിറത്തെ ഓർമ്മ വേണം. ഒരു മനുഷ്യനോടും പൊരുത്തപ്പെടിക്കേണ്ട ബാക്കി വെക്കുന്ന രൂപത്തിൽ പ്രസംഗം നടത്തരുത്. ആഖിറം നഷ്ടപ്പെട്ടു പോകും. ഈ നിലയ്ക്ക് ദീനിയായ ഉപദേശം നൽകി ഏത് പ്രവർത്തനം നമ്മൾ നടത്തിയാലും അതെല്ലാം ദീനിന്റെ ആ ചട്ടക്കൂട്ടിലാകണമെന്ന് ഉസ്താദിന് നിർബന്ധമുണ്ട്, നമ്മളെ സംഘടനയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ മുന്നിൽ വേദ കേൾക്കുന്ന ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഈ ദീനിന് പന്തറ് കെട്ടുന്നതിന് കുഴപ്പമില്ല, പോസ്റ്റർ അടിക്കുന്നതിന് കുഴപ്പമില്ല, പ്രകടനം നടത്തുന്നതിനും കുഴപ്പമില്ല, പൊതുയോഗം നടത്തുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു വഖത്ത് നിസ്കാരം ഖദാ ആയാൽ അല്ലാഹു പൊരുത്തപ്പെടും. അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടൂല. അല്ലാഹുവിന്റെ മതത്തിൽ ആഖിറത്തിൽ അവരെ ശുപാർശ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകളെന്ന് വിശേഷിപ്പിച്ച 14 ലക്ഷണമൊത്ത ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനായി തീരുക എന്നതാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം. ഈ ഭൂമിലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ അടിമകൾ തന്നെയാണ്.
പക്ഷെ അള്ളാഹ് അങ്ങനെ പറയണില്ല. അള്ളാഹ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എന്ന് പറയുന്നത് 14 ലക്ഷണങ്ങളുള്ള മനുഷ്യനെ മാത്രമാണ്. സൂറത്ത് ഫുർഖാൻ ഓതുമ്പോ അതിന്റെ അവസാന പേജിലേക്ക് എത്തിയാൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോദനേ. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. وعباد الرحمن, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ യംശൂന അലൽ അർളി, അവർ ഭൂമിയിലൂടെ നടക്കും, ഹൗന, വിനയത്തോടുകൂടെ നടക്കും, വളരെ ശാന്തത അവർക്കുണ്ടാകും. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന, വിവരമില്ലാത്ത ആളുകൾ ഇങ്ങോട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ, തെറി പറയാൻ വന്നാൽ, ചീത്ത പറയാൻ വന്നാൽ, ഖാലൂ സലാമാ, അതേ നിലക്ക് മറുപടി പറയാതെ മാന്യമായ സമാധാനത്തിന്റെ മറുപടി പറയും. 1989 തുടങ്ങിയതാണ് ഒരു വിഭാഗം കമറുനിലനെ ചീത്ത പറയാൻ. എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഇന്ന് വരെ എപ്പി ഉസ്താദിന്റെ നാവ് കൊണ്ട് ആരെയെങ്കിലും തിരിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ആർക്കും ഉള്ളത് ഇവിടുത്തെ കൃപാ കടാക്ഷത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാഹരണമാണ് തായിഫ്. തായിഫ് സൗദി അറേബ്യയുടെ സൗന്ദര്യത്തിന്റെ റാണിയാണ്. മക്കയിൽ നിന്ന് 2 കിലോമീറ്റർ അതിവേഗതയിൽ പോകുന്ന കാറിൽ യാത്ര ചെയ്താൽ പോലും ചുരമായതുകൊണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴേ തായിഫിന്റെ കുന്നിന് മുകളിലെത്തുകയുള്ളൂ. ആ കുന്നിന് മുകളിലെത്തിയാൽ ആദ്യമായി കാണുന്ന ബോർഡ് സൂക്കുൽ ഉക്കാദ് എന്നാണ്. ഉക്കാദ് ചന്ത. ആ ചന്ത റസൂലുള്ളാഹിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, മേനിയെ വേദനിപ്പിച്ചു. ഫദൽ മൈക്കും ഇല്ലാതെ പോകുന്നുണ്ടല്ലോ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യോ? വേറെന്തെങ്കിലും ആപ്ലിക്കേഷൻസ് തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടുവരുന്ന അറിയില്ല. ഫദൽ റഹ്മാനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ജൈനെ കേൾക്കുന്നുണ്ട്. ജൈനൊന്ന് ബൗൺസ് ചെയ്താൽ എനിക്ക് പറ്റില്ല. ജൈൻ ഫദലിനെ ഒന്ന് ബൗൺസ് ചെയ്ത് അൺബൗൺസ് ചെയ്താലും. എനിക്കും മൈക്കില്ലേ? ഒച്ചല്ല. വേറെ ആരും കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. അഷ്റഫ് ബത്തൂരിന്റെ ചെവി ഡീസി ആയോ? ഹലോ, ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഫദലെത്തിയിട്ടുണ്ടാക്കി മൈക്ക് ഫ്രീ. തന്റെ പിതൃവനായ ബഹുമാനപ്പെട്ട അബ്ദു താലിബ് തങ്ങളും മരണപ്പെട്ടുപോയി. അതുകൊണ്ട് കുടുംബവും ശൂന്യമായി. ആ സമയത്ത് റസൂലുള്ള തായിഫിൽ ചെന്നു. എന്തിനാ പോയത്? അവിടെ തന്റെ ഉമ്മയുടെ കുടുംബക്കാരായ തഖീഫ് ഗോത്രക്കാരുണ്ട്. സമ്പന്നന്മാരാണ്, ഉമ്മന്റെ ബന്ധുക്കളാണ്. അവരെ സഹായത്തിന് കിട്ടുമോ, അവര് മുസ്ലിമാകുമോ എന്ന് അറിയാൻ വേണ്ടി പോയതാണ്. ആ 3 കുടുംബങ്ങളും തങ്ങളെ ഒന്നും പറയാൻ അനുവദിച്ചില്ല. അവര് പുറന്തള്ളി. അവസാനം ഉക്കാദ് ചന്തയിൽ വന്നു. ചന്തയിലുള്ള മനുഷ്യന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പം ആ മനുഷ്യന്മാരെന്ത് ചെയ്തു? അവരെ കയ്യിൽ എന്താണോ കിട്ടിയത്? ചിലരെ കയ്യിൽ കല്ല് കിട്ടി, ചിലരെ കയ്യിൽ കത്തി കിട്ടി, ചിലരെ കയ്യിൽ മാലിന്യങ്ങൾ കിട്ടി. അതുകൊണ്ട് പിന്നാലെ റസൂലിനെ അങ്ങ് എറിഞ്ഞു. ഇത് കണ്ടിട്ട് തഖീഫ് ഗോത്രക്കാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു.
പുന്നാര് റസൂൽ അവിടുന്ന് കുന്നിറങ്ങുമ്പം വഴുതി വീടുകൊണ്ടിരുന്നു എന്ന ചരിത്രത്തിൽ വായിക്കാം. എന്തുകൊണ്ടാണ് പുന്നാർ നബി വഴുതി വീഴുന്നതെന്നോ? മേനയിൽ നിന്ന് ഏറുകൊണ്ട കാരണത്താൽ മേനയിൽ നിന്ന് രക്തം ഒഴുകുമ്പോ അത് കാലിന്റെ അടിയിൽ ചെരുപ്പിന്റെ മേൽഭാഗത്താകുന്നത് കൊണ്ട് ചോരയുടെ വഴുവഴുപ്പ് കൊണ്ടാണ് നടക്കുമ്പോൾ വഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അല്ലാഹു റസൂൽ ഏറുകൊണ്ട് പോരുമ്പം ചിന്തിക്കുകയാണ്, എന്റെ വീട്ടിൽ ആരുണ്ട്, കുടുംബത്തിൽ ആരുണ്ട്, നാട്ടിൽ ആരുണ്ട്, ആരുമില്ല. അതുകൊണ്ട് മനസ്സൊന്നങ്ങ് പൊട്ടിയിട്ട് അള്ളാഹിനോട് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അള്ളാഹിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇലൈക അശ്കൂ, അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ ആദരാതി ബോധിപ്പിക്കുന്നു. എന്റെ ശക്തി കുറഞ്ഞു പോയതിൽ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. എന്റെ തന്ത്രം പരാജയപ്പെട്ടു പോയതിലും ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. വഹവാനി അനന്നാസ്, ജനങ്ങളുടെ മേൽ ഞാൻ പരിഹാസ്യനായിപ്പോയി, അതിലും ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. യാ അർഹമർ റഹീമീൻ, അർഹമുർ റഹീമായ റബ്ബേ, അൻത റബ്ബുൽ മുസ്തദഅഫീൻ, നീ കഴിവ് പറഞ്ഞവരെ റബ്ബല്ലേ. ഞാനിതാ കഴിവ് നിറഞ്ഞിരിക്കുന്നു, യുക്തി നിറഞ്ഞിരിക്കുന്നു, പരിഹാസ്യനായിരിക്കുന്നു. അതുകൊണ്ട് യാ അർഹമർ റഹീമീൻ, അർഹമുർ റഹീമായ റബ്ബേ, ഇലാ മിൻ തക്കിലാമൻ തക്കിരുനി, എന്നെ നീ ആരിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇലാ ബഈദിൻ യതജഹ്തമൂനി, എന്നെ കണ്ടാൽ മുഖം ചുരുക്കുന്ന വിദൂരത്തെവിടെയുമുള്ള ആളുകളിലേക്കാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? പുറക്കാരില്ലല്ലോ, സ്നേഹനിധിയായ ഭാര്യ പോയില്ലേ, അതുകൊണ്ട് എനിക്ക് വീട്ടിലാരുമില്ല, കുടുംബത്തിൽ എന്റെ പിതൃവനായ അബൂ താലിബ് പോയില്ലേ, എന്റെ കുടുംബത്തിനൊന്നും എനിക്ക് ആരുമില്ല, നാട്ടിലുള്ളവരൊക്കെ മദീനയിലേക്ക് ഞാൻ പറഞ്ഞയച്ചില്ലേ. അതുകൊണ്ട് ഇലാമൻ തക്കിരുനി, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഇലാ ബഈദിൻ യതജഹ്തമൂനി, എന്നെ കണ്ടാൽ മുഖം ചുരുക്കുന്ന വിദൂരത്തെവിടെയെങ്കിലുമുള്ള ആരിലേക്കെങ്കിലുമാണോ? അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ക്രൂരതയുള്ള രാജാക്കന്മാരിലേക്കാണോ? ആരിലേക്ക് ഏൽപ്പിച്ചാലും ഇല്ലം തകുൻ അലയ്യ അളവുക, നിന്റെ ദേഷ്യം എന്റെ മേലിൽ ഇല്ലെങ്കിൽ ഫലാ ഉബാലി, നീ ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ വിഷയമാക്കുന്നില്ല. എന്ത് അക്രമം സഹിക്കാനും ഏത് കറുത്ത മുഖം കാണാനും ഞാൻ റെഡിയാണ്. പക്ഷേ നിന്റെ ദേഷ്യം എന്നോട് ഉണ്ടാകരുത് എന്നും പറഞ്ഞുകൊണ്ട് കുന്നിറങ്ങുമ്പോ മീകാഈൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലും ഒന്നിച്ചിറങ്ങി വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ ബമ്പൻ ഓഫർ കൊടുത്തു. പുന്നാര നബിയേ, കഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു കൊടുത്ത പ്രാർത്ഥന, അക്രമത്തെ അതിജയിക്കാൻ കഴിയാത്തപ്പം അവർ ഉപയോഗപ്പെടുത്തി, അവർ രക്ഷപ്പെട്ടു, ശത്രുക്കളെ അല്ലാഹു നശിപ്പിച്ചു. ഇതുപോലെ നിങ്ങളെ ദേഹസുരക്ഷയ്ക്കും വേണ്ടി ഒരു പ്രാർത്ഥന തിന്നിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥന നിങ്ങൾ ഇവിടെ വന്നങ്ങ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തായിഫിന്റെ അപ്പവും ഇപ്പുറവുമുള്ള രണ്ട് മലകളെ വലിച്ചുകൊണ്ടുവന്ന് ആ തായിഫുകാരെ അതിന്റെ ഇടയിൽ പെരുത്തിയിട്ട് ചമ്മന്തിയാക്കി നശിപ്പിച്ചു കളയാം. ഞങ്ങളെ റെഡിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവിടുത്തെ മനസ്സിൽ പറയുകയാണ്, എന്നെ ആക്രമിച്ചതിന്റെ പേര് ആളുകളെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ ഞാൻ പിന്നെ ആരെയാണ് നന്നാക്കിയെടുക്കുക? അവർ ആക്രമിച്ചത് വിവരമില്ലാത്തവരായതുകൊണ്ടല്ലേ. അതിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത്, പ്രതിവിധിയായി ചെയ്യേണ്ടത് അവർക്ക് വിവരം കൊടുത്ത് നന്നാക്കലല്ലേ
എന്ന് ചിന്തിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, വേണ്ട മലക്കുകളെ, വേണ്ട വേണ്ട, മനുഷ്യരെ നിങ്ങൾ കൊന്നു കളയുന്നതിനും എന്റെ പിന്തുണയില്ല. എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്തവരാണ് തായിഫുകാര്, അവർക്ക് നീ പുറത്തു കൊടുത്ത് അവരെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് സൗദി അറേബ്യയുടെ ഇന്ന് ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പട്ടണമായി തല ഉയർത്തി തായിഫ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 7 പ്രവർത്തകന്മാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ട് അവസാനത്തെ കൊലപാതകമില്ലേ മണ്ണാർക്കാട് കുഞ്ഞിയംസിയെയും അനുജന്നൂറുദ്ദീനെയും കൊന്നു എന്ന് മാത്രമല്ല, ആ 2 പേരുടെയും തല എത്രയോ കഷ്ടങ്ങളാക്കി അവർ കുത്തിച്ചതച്ചു. അവസാനം അവരുടെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ആ കുഞ്ഞൂറുദ്ദീന്റെ മുഖമൊന്ന് കാണിച്ചു കൊടുക്കാൻ പോസ്റ്റ്മോർട്ടത്തിന്റെ ശേഷം മുഖം തുന്നിപ്പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ നിരക്കുള്ള ക്രൂരമായ ആക്രമം SKSSFന്റെ ആളുകൾ നമുക്കെതിരെ നടത്തിയിട്ട് 7 പ്രവർത്തകരെ കൊന്നിട്ട് പകരം ഒരാളെയും ദേഹോപദ്രവം പെടുത്താത്തത് പൊന്നാര നബിയുടെ വിട്ടുവീഴ്ചയുടെ തിരുസുന്നത്ത് അതേമാതിരി കമറിൽ നിന്ന് മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ക്ഷീണം വരുന്നുണ്ടോ? മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. നിങ്ങൾ നോക്കൂ, മഹാനായ അംജത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു വഹദിരണഭൂമിയിൽ കിടന്നിങ്ങനെ പടക്കുകയാണ്. പടക്കാനുള്ള കാരണം വശവിത്തമായ ചാട്ടുകൊണ്ടാണ് വായിച്ചു വരുന്നത്. അത് മർമ്മത്തിൽ കൊണ്ട് പെടുകയാണ്. ഹിന്ദുവോട് ഒന്നുകൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുന്ന അംജത്തുൽ ഖറാറിനെ നെഞ്ചത്ത് കയറിയിരുന്ന് മൂർച്ചേറിയ കത്തുകൊണ്ട് അവിടെ നെഞ്ചുമാർബിടം കുത്തിപ്പടർത്തിയിട്ട് അവിടുത്തെ കരന്മാരെ കരളും നിലവും പറിച്ചെടുത്തുകൊണ്ട് കടിച്ചു തുപ്പുന്നു. ഇത് കണ്ടിട്ട് പിന്നാലെ എന്ന് കണ്ടിട്ട് വാ കറുബത്ത് യാ സയ്യിദ ശുഹദാ യാ അമ്മീ യാ ഹംദാ. സഹിക്കാൻ കഴിയാതെ റസൂലിനെ വിലപിക്കുന്നു. ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ വയസ്സി പിന്നീട് മുസ്ലിമായി വരുന്നു. കൈപ്പിടിച്ച് അടുത്തിരുത്തി അല്ലാതെ റസൂൽ ഷഹാദത്ത് കരിമ ചൊല്ലിക്കൊടുക്കുന്നു. അംജത്തുൽ ഖറാറിന് ഷഹീദിന്റെ പേരിൽ വയസ്സിക്കും സ്വർഗപ്രവേശനം. വിവരമില്ലാത്തവർ കൊലപാതകം നടത്തുന്നു. അതുകൊണ്ട് അവർക്ക് വിവരം കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. മരിച്ചവർക്കോ അവർ മരിച്ചത് ഈ മതത്തിന് വേണ്ടിയായതുകൊണ്ട് വലാത്ത അഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ മരിച്ചിട്ടില്ല. അവർ റഹ്മാനായ റബ്ബിന്റെ സ്വർഗത്തിൽ ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്നു എന്ന് അവരെപ്പറ്റി വിചാരിക്കാവൂ എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് അവർ മഹാന്മാരായി. നമുക്കോ ആളുകളെ എണ്ണം കുറഞ്ഞില്ല. നമ്മൾ മറ്റ് ആളുകളെ നൽകി അല്ലാഹു നമ്മെ വലുതാക്കുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ചയാണ് നമ്മുടെ പ്രത്യാശാസ്ത്രം. പരമാവധി നാട്ടിൽ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കണം. കുഴപ്പങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്. അക്രമത്തിന്റെ ചട്ടുകമാകരുത്. അങ്ങനെ നല്ല മനുഷ്യന്മാരായി 2 ലക്ഷണം പറഞ്ഞു. 10 ലക്ഷണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 14 ലക്ഷണം പറയാനുണ്ട്. ഒരു SYSകാരന് 2 ലക്ഷണമായി. ഒന്നെന്താണ്? യംസൂനാരെല്ലാവരുടെയും വിനയത്തോടുകൂടെയായിരിക്കും അയാളെ നടത്തം. വൈനാഘാത്തബഹുമൽ ജാഹിദൂന, വിവരമില്ലാത്തവർ ഇങ്ങോട്ട് തപ്പിക്കയറാൻ വന്നാൽ ഖാലൂ സലാമ, മാന്യമായ മറുപടി പറയും. അക്രമത്തിന്റെ ഭാഷയുണ്ടാവൂല. 3ാമത്തെ ലക്ഷണം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. ഇത് നാട്ടുകാർക്കറിയാത്ത ലക്ഷണമാണ്. അഥവാ പാതിരാവിലെ സുജൂദ് കൊണ്ടും ഖിയാമ് കൊണ്ടും പാർത്തു. അതേ എന്റെ SYSന്റെ മക്കളെ, ചെറുപ്പക്കാരോ,
രാത്രി നേരത്തെ ഉറങ്ങുകയും എന്നിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുകയും ശേഷം തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യണം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. 5 വഖ്ത് നിസ്കാരം നിലവിൽ വന്ന ശേഷം നിർബന്ധത്തിന് നമ്മളെ ഒഴിവാക്കി. എന്നാൽ റസൂലുള്ളാഹി മരണം വരെയും നിർബന്ധമാക്കി നിലനിർത്തുകയും ചെയ്തു. റസൂലുള്ളാഹി വഫാത്ത് വരെയും ളുഹർ പോലെ, അസ്ർ പോലെ, മഗ്രിബ് പോലെ, ഇശ പോലെ, സുബഹി പോലെ തഹജ്ജുദ് നിസ്കരിക്കേണ്ടിയിരുന്നു. വിശുദ്ധ ഖുർആനിൽ നബിയേ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം, നാഫിലത്തല്ലക്ക, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയ കാര്യമല്ല. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ആയി നിർബന്ധമായി തഹജ്ജുദ് നിസ്കരിച്ചാൽ അസാ അൻ യബ്അസ റബ്ബുക മഖാമൻ മഹ്മൂദാ, അങ്ങേക്ക് നമ്മൾ ഉയർന്ന പദവി തരും. അതിന് നിങ്ങൾ എന്ത് വേണം? തഹജ്ജുദ് നിസ്കരിക്കണം. ആ ഉയർന്ന പദവി ഏതാണ്? മഹ്ശറയിൽ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ വെയില് കൊള്ളാതെ വിയർക്കാതെ സുജൂദിനായി അർശിന്റെ തണലിൽ കിടക്കാനുള്ള സാഹചര്യം. അവിടുന്ന് അല്ലാഹു എഴുന്നേൽക്കാൻ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ ജനങ്ങൾക്ക് ശുപാർശ ചെയ്ത് അവർ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവകാശം അത് കൊടുക്കും. എന്നാൽ നമ്മൾ നിസ്കരിക്കണ്ടേ? സുന്നത്തായി നിസ്കരിക്കണം. നിസ്കരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മഖാമം മഹ്മൂദ് കിട്ടും. എന്നത്തെ മഖാമം മഹ്മൂദ്? നമ്മക്കനുസരിച്ചില്ല, നമ്മളെ വാക്കിന് നല്ല ഫലം ഉണ്ടാവും, നമ്മളെ ആളുകൾ അംഗീകരിക്കും, പടച്ചോ നമ്മളെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ രാത്രി 3 ഡിവൈഡ് ചെയ്യുമായിരുന്നു. 3 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ കൂട്ടിക്കോ. രാത്രി 10 മണിക്ക് ശേഷം 11, 12, 1, 2, 3, 4, അപ്പൊ 6 മണിക്കൂർ കൂട്ടിക്കോളൂ രാത്രി. അല്ലാഹുവിന്റെ റസൂൽ 2, 2, 2 ഇങ്ങനെ ഈ 2 മണിക്കൂറുള്ള 3 രാത്രിയെ വീതിക്കും. എന്നിട്ട് ആദ്യത്തെ 2 മണിക്കൂർ ഉറങ്ങും. 2 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ നിസ്കരിക്കുകയും ദ്വാരക്കുകയും ചെയ്യും. ഇനിയും സുബഹിന്റെ ബാങ്ക് കൊടുക്കാൻ 2 മണിക്കൂറുണ്ട്. ആ 2 മണിക്കൂർ എന്തിന് ഉപയോഗപ്പെടുത്തുമെന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഭാര്യമാരുമായി റസൂലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. എന്നിട്ടോ റസൂലുള്ള സുബഹിന് മുമ്പ് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങും. ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങും. കാരണം 2 മണിക്കൂർ സമയമുണ്ടല്ലോ. ഉറങ്ങിയിട്ട് സുബഹിന്റെ ബാങ്കിന്റെ സമയത്ത് എഴുന്നേറ്റ് കുളിക്കും. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകും. എന്നാ ഭാര്യമാരുമായി ബന്ധപ്പെടാത്ത രാത്രിയാണെങ്കിലോ തഹജ്ജുദിന് ശേഷം കിടന്നുറങ്ങും. ബാങ്കിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒളി ഉണ്ടാക്കി നിസ്കാരത്തിന് പോകും. ഇടക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, എന്തിനാണ് ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത്? സാരീരികമായ മക്കളുണ്ടാകാനാണ്. അത് നല്ലൊരു കൃഷിയാണ്. കൃഷിക്ക് വിത്തിറക്കേണ്ട സമയം നോക്കണം. എന്നാൽ ആ സാലീങ്ങളായ മക്കളുണ്ടാകണമെന്ന ലക്ഷ്യത്തോടുകൂടെ ജിമാഅ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് തഹജ്ജുദ് നിസ്കാരവും ദുആയും കഴിഞ്ഞിട്ട് ആ ഓളോടുകൂടെ ഭാര്യയെ ബന്ധപ്പെടുന്നതാകുന്നു. വെളിയങ്കോട് ഉമർ ഖാനിക്ക് അഹ്കാമുൻ നിക്കാഹ് എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ മഹാനവറുകൾ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്, ഫജ്ർ സാദിഖ് വെളിവാകുന്നതിന് മുമ്പ് തഹജ്ജുദിന്റെ ശേഷമായിരിക്കണം ഭാര്യമാരുമായി ബന്ധപ്പെടേണ്ടതെന്ന്. ഞാനിപ്പത് വിശദീകരിക്കുകയല്ല. എന്നാ അല്ലാഹുവിന്റെ റസൂൽ രാത്രി നിസ്കരിച്ച മാതിരി എനിക്കാകുമോ നിങ്ങൾക്കാകുമോ ആവുകയില്ല. എന്തുകൊണ്ട്? നമ്മൾ പകൽ ഒരുപാട് ഷോറുള്ളവരാണ്. അങ്ങനെ ഉറക്കൊഴിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്നാ റസൂലുള്ളാഹിന്റെ 34ാമത്തെ പേരക്കുട്ടിയായിരുന്നു താജുൽ ഉലമാ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറ. മഹാനവറുകൾ രാത്രി 3 മണിക്കായിരുന്നു എഴുന്നേറ്റിരുന്നത്. എന്നിട്ട് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുമായിരുന്നു. അസ്മാഉൽ ഹുസ്ന ഓതുമായിരുന്നു. അസ്മാഉൽ ബദറും ചൊല്ലുമായിരുന്നു. നമുക്കങ്ങനെ കഴിയുമോ? കഴിയുകയില്ല. നമുക്ക് ഈമാൻ കുറവുണ്ട്, ഇൽമ കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്, പകല് ജോലിയുണ്ട്. പുന്നാര
നബിയുടെ സുന്നത്തും താജുല്ലയുടെ സുന്നത്തുമൊന്നും ഈ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും നടപ്പാക്കാൻ കഴിയുകയില്ല. അതേ സമയത്ത് എനിക്കും നിങ്ങൾക്കും നടപ്പാക്കാൻ പറ്റുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണ്? ശാസ്ത്രീയമായി ചിന്തിച്ചാൽ 6 മണിക്കൂറേ ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങേണ്ടതുള്ളൂ. എന്നും വാലില്ലല്ലോ. വാലില്ലാത്ത രാത്രി 10 മണിക്ക് ഉറങ്ങിക്കൂടെ? 10 മണിക്ക് ഉറങ്ങിയാൽ 11, 12, 1, 2, 3, 4 6 മണിക്കൂർ ഇറങ്ങുമ്പോ 4 മണി വരെ ആവുകയുള്ളൂ. നാളെ സുബഹിന്റെ ബാങ്ക് കൊടുക്ക് 4:41 മലപ്പുറത്ത്. ഇവിടെ 1, 2, 1 മിനിറ്റിന് വ്യത്യാസം ഉണ്ടാകും. 4 മണിക്ക് എഴുന്നേറ്റ് 6 മണിക്കൂർ ഇറങ്ങി 4 മണിക്ക് എഴുന്നേറ്റാൽ 40 മിനിറ്റിന് ബാങ്ക് കൊടുക്കാൻ. ഉടനെ മൂത്രിച്ച് കൈകി വൃത്തിയാക്കി പല്ല് തേച്ച് ഒലുണ്ടാക്കി കിബിലക്ക് മുന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ്, സുന്നത്താകപ്പെട്ട തഹജ്ജുദിൽ നിന്ന് 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കേട്ട് തക്ബീർ ചൊല്ലി കൈകെട്ടിയിട്ട് ഒജ്ജെടുത്ത് ഓതുക. മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തിനും വജ്ജൗത്ത് ഓതണം, തഹജ്ജുദിനും ഓതണം. അതുകൊണ്ട് വജ്ജൗത്ത് ഓതിയ ശേഷം ഫാത്തിഹ ഓതുകയും എന്നിട്ട് ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതുകയും ചെയ്യുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ സലാം വീട്ടിയിട്ട് വിത്റ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വേഗം വിത്റും നിസ്കരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചു കയറുന്നോളൂ. SYSന്റെ പ്രവർത്തകരെ, നിർത്തുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നാരിയാത്തിന്റെ 15, 16, 17, 18 4 ആയത്ത് നാളെ രാവിലെ ഒന്ന് ഓതണേ. സൂറത്തുൽ നാരിയാത്തിന്റെ 15, 16, 17, 18 എന്താണ് ഈ 15ാമത്തെ ആയത്ത്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ മഅയൂൻ. അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ മുത്തഖീങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്കല്ലാഹു തയ്യാറാക്കി വെച്ച റെസിഡൻസ് മേഖല ജന്നാത്തുൽ അദ്നിലാണ്. അതിന്റെ പ്രത്യേകത വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും പുഴകളിങ്ങനെ ഒഴുകുന്നു. ഈ പുഴയുടെ ഓരോ ടേണിങ്ങുകളിലും മനോഹരമായ പുഷ്പാലങ്കൃതമായ തോട്ടങ്ങൾ പറിച്ചു വച്ചിരിക്കുന്നു. ആ തോട്ടങ്ങളുടെ ഉള്ളിൽ മനോഹരമായ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ആ ഫ്ളാറ്റിലാണ് സ്വർഗാവകാശികൾ താമസിക്കുക. അവിടെ പോയി താമസിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര പേര് ആമീൻ പറഞ്ഞു? എത്ര പേര് ആമീൻ? ചില ആൾക്കാർ ചിന്തിച്ചിട്ട് പോലില്ല ആമീൻ. ഭാഗ്യമുള്ളവരൊക്കെ ആമീൻ പറഞ്ഞു. ആ ആമീൻ പറഞ്ഞവർ ശ്രദ്ധിക്കണേ. അടുത്ത ആയത്തെന്താണ്? ആർക്കാണ് ഈ ഭാഗ്യം? വകാനൂ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി അല്പം മാത്രമേ ഉറങ്ങുകയുള്ളൂ. എന്തെങ്കിലും കേട്ടാൽ ഠേങ്ങനെ കേൾക്കുമ്പോ ആമീന്ന് പറഞ്ഞാൽ പോരാ. എന്താ നമ്മളിവിടെ പറഞ്ഞത്? അല്ലാഹു പറിച്ചു വച്ചിരിക്കുന്ന ജന്നാത്തുൽ അദ്നിലെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അത് കേട്ടപ്പോഴാ നിങ്ങൾ ആമീൻ പറഞ്ഞത്. ആർക്കാണ് സ്വർഗപ്പൂങ്കാവനം? വകാനൂ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ. എന്തേ അവർ അധികം ഉറങ്ങാഞ്ഞത്? ഉറക്ക് കിട്ടുന്ന സ്വർഗത്തെപ്പറ്റി അങ്ങ് ഓർത്ത സന്തോഷം കൊണ്ട് ഒന്നങ്ങ് ഉറങ്ങിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ. കിടപ്പ് സ്ഥലത്തുന്നവരങ്ങ് ചാടി എഴുന്നേറ്റ്. എന്നിട്ടോ യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ പേടിച്ചും അവർ റബ്ബിനോടങ്ങ് ദുആ ചെയ്തു. കഴിഞ്ഞോ? 18ാമത്തെ ആയത്തെന്താണ്? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്തായ സമയത്ത് അവർ ഉറക്കമൊഴിച്ച് കുത്തിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കും.
അതുകൊണ്ടാണ് എന്റെ SYSന്റെ കരളിന്റെ കഷ്ടങ്ങളായ പ്രവർത്തകരെ നിങ്ങളോടും എന്നോടും ഞാൻ പറയുന്നത്, 4 മണിക്ക് എഴുന്നേൽക്കുക, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു 100 വട്ടം ചൊല്ലുക. സമയമില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു 33 വട്ടം പറയുക. എന്നിട്ട് അല്ലാഹുവോട് സുബഹി ബാങ്ക് കൊടുക്കണേ തൊട്ടടുത്ത സമയം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒന്നങ്ങ് ചേർക്കുക, അല്ലാഹുവേ ദോഷങ്ങളെ പൊറുക്കണം, രോഗങ്ങൾക്ക് ശിഫ വേണം, എന്റെ കുട്ടികളെ നന്നാക്കണം, അവർക്ക് ഇണകളെ കൊടുക്കണം, കടങ്ങളെ വീട്ടിത്തരണം, എന്റെ കുടുംബത്തിന് ഞാൻ ബാധ്യതയാകുന്ന രൂപത്തിലുള്ള ഗുരുതരമായ രോഗം എനിക്കും എന്റെ കുടുംബത്തിനും നൽകരുത്. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണം. അല്ലാഹുവേ കഠിനകഠോരമായ ജഹന്നമാകുന്ന നരകത്തിന് എന്നെ നീ രക്ഷപ്പെടുത്തണം. അത് പറയുമ്പോ നിങ്ങളെ കണ്ണിൽ നിന്ന് ഈച്ചച്ചിറകിന്റെ അത്ര വെള്ളം കഠിനകഠോരമായ നരകത്തിന് രക്ഷപ്പെടുത്തണോ എന്ന് പറയുമ്പോ ഒരു ചെറിയ രൂപത്തിൽ കണ്ണുനീര് ഇവിടെ നിന്നിട്ട് പുറപ്പെട്ടോ. എന്നാൽ ആ തടിയെ അല്ലാഹു നരകത്തിലിടുന്നതല്ല. അല്ല മറന്നാണ് ഞാൻ മുത്തഖീങ്ങൾക്ക് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്വർഗം ആർക്ക് കിട്ടും? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നേരം പുലരാൻ നേരത്തെ ഫജ്ർ സാദിക്കിന്റെ തൊട്ട് മുമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്നോട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ നന്നാക്കാനാണ് SYS. എത്ര ലക്ഷണം പറഞ്ഞു? 4 ഇനി 10 പറയണം. ഒരു 4 സെന്റിലും വേണം വെക്കണം. അങ്ങനെ 10 14 പറഞ്ഞു കഴിഞ്ഞാൽ ഉലായിക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഈ 14 ലക്ഷണമുള്ള SYSകാരന് സലാമിന്റെ ഭവനമായ സ്വർഗം ഉർഫ ഫ്ലാറ്റിൽ അവന് ഔദാര്യമായ റബ്ബ് കൊടുക്കും കേട്ടോ. ഈ സൂറത്ത് നിൽക്കുകയാണ്, ഈ സൂറത്ത് നിർത്തുകയാണല്ല. നിർത്തുമ്പോ ലാസ്റ്റ് സൂറത്ത് ഫുർഖാൻ എങ്ങനെയാ നിർത്തണേരങ്ങൾ? മായാബോദിക്കും റബ്ബി ലൗലാ ദുആഉക്കും വഖദ് കല്ലബതും ഫസൗഫ യകൂനു ലിസാമാ. ഖുൽ നബിയെ തങ്ങൾ നിങ്ങളോ ജനങ്ങളോട് ചോദിക്കൂ നബിയെ, നിങ്ങൾ ചോദിക്കൂ നബിയെ, ലൗലാ ദുആഉക്കും നിങ്ങളെ എങ്ങനെയാണ് അള്ളാഹു പരിഗണിക്കുക? നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണില്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് അള്ള പരിഗണിക്കുക? അള്ള നിങ്ങളെ പരിഗണിക്കുക, നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണ്ടേ? പക്ഷെ നിങ്ങളെ സ്ഥിതി ഫഖദ് കല്ലബതും, എന്ത് കേട്ടാലും നിങ്ങൾ അങ്ങോട്ട് കളവാക്കല്ലേ. അതുകൊണ്ട് ഫസൗഫ യകൂനു ലിസാമാ, കഠിനകഠോരമായ നരകം പിറകെ നിങ്ങൾക്ക് വരാനുണ്ടോ? സുബ്ഹാനല്ലാഹ്. നരകത്തെപ്പറ്റി ഓർത്ത് റസൂലുള്ള കരഞ്ഞ ഒരു സംഭവമുണ്ട്. പറഞ്ഞാൽ നേരം പുലർന്നു പോകും, പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന നല്ല ഒരു വിഭാഗം മനുഷ്യന്മാരുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികളെ സഹായിക്കണേ, പ്രോത്സാഹിപ്പിക്കണേ, ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണേ. ഇതൊക്കെ അല്ലാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നിർത്തി. നിങ്ങൾ 2 ദിവസമായി ഇവിടെ വന്നവരാണ്. ഈ കൂറ്റം പന്തലും കാര്യം വിഷയമൊക്കെ വലിയൊരു സാമ്പത്തിക ചെലവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നിങ്ങൾ തന്നെ എടുക്കണം. ഞാൻ മനസ്സിലാക്കുക ഏകദേശം 1.5 ലക്ഷം ഉറുപ്യ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇതിനൊക്കെ പല ചെലവ് വന്നിട്ടുണ്ടാവും. എന്താ ചെയ്യാ? ഈ നേതൃത്വം കൊടുക്കണം. ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റൂലല്ലോ.
അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളെല്ലാവരോടും കൂടിയിട്ട് ഇനി നമ്മളെല്ലാ ക്യാമ്പും കടല്ലാതെ പോണം. അതിന് നല്ല ആസൂത്രിതമായ പദ്ധതികൾ ആദ്യം ആസൂത്രണം ചെയ്യണം. പണച്ചെലവ് ഉണ്ടാകുന്നതിൽ നമ്മൾ പരമാവധി ക്യാമ്പുകളൊക്കെ നമ്മൾ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാം. ഞങ്ങളൊക്കെ പോയിട്ട് അരീക്കോട് മജ്മഅയിൽ വെച്ചിട്ടാണ്. അവിടെ സംഘത്തിന് ഒരു പൈസക്കും ചെലവില്ല. ആരുറ്റോട് നമ്മൾ കൊടുക്കുകയാണ്, ഭക്ഷണം നമ്മൾ അവിടെ നടന്നുണ്ടാക്കുകയാണ്. അപ്പൊ നമ്മളെ ഇത്തരം സോൺ കമ്മിറ്റികളൊക്കെ ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഷോ പരിപാടികൾ നടത്തരുത്. അത് നമുക്ക് എവിടെയാണ് നമ്മളെ മദ്രസ അവിടെയൊക്കെ നടത്തിയാൽ മതി. നമ്മൾ പൊതുയോഗം മാത്രം റോഡ് സൈഡിലേക്ക് മാറ്റണം എന്നല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ സോൺ കമ്മിറ്റി പരിപാടിക്ക് എന്നപ്പം 40,000 ഉറുപ്പിക കൊടുത്തിട്ട് ഓഡിറ്റോറിയം വാടക കൊടുത്തിട്ടാണ് അവരെന്താക്കിയത്, സമ്മേളനം നടത്തി. അപ്പൊ അതിന് ചെലവെന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് പിന്നെ ഓരോ യൂണിറ്റിലുള്ള എക്സിക്യൂട്ടീവ് അവർക്ക് എന്ത് ചെയ്തു, ഒരു പെട്ടി കൊടുത്തു. നിങ്ങൾ പരിപാടിക്ക് വരുമ്പം ഈ പെട്ടിയായിട്ട് വരണം, നല്ല സംഖ്യ വേണമെന്നാണ്. അപ്പൊ അവർക്ക് 4 സമ്മേളനം നടത്താൻ പൈസ ബാക്കിയായി കിട്ടി. അങ്ങനെയൊക്കെ എന്തെങ്കിലും ആസൂത്രിതമായ പദ്ധതി ഇല്ലാതെ ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർ ഇങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ പരിധി ഏറ്റെടുത്ത് കടക്കാരായി പ്രവർത്തന നിഷ്ക്രിയരാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടിപ്പോ എങ്ങനെയല്ലേ സ്വന്തം എക്സിക്യൂട്ടീവ് അങ്ങോട്ട് പിരിവഹിക്കുക. ഞാൻ സാധാരണഗതിയിൽ 2 പിരിവെടുക്കുന്ന മനുഷ്യനാണ്. ഒന്ന്, ഞാൻ പിരിവെടുത്ത് മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് വഹാബിയുടെ നാട്ടിൽ, അരീക്കോടാണല്ലോ ഇതിന്റെ ശക്തി സദസ് മജ്മഅ് SSM സംസ്ഥാന കമ്മിറ്റി തുടങ്ങി തന്നതാ. 2000-ലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നാളെ അരി വാങ്ങണ ഇന്ന് കിട്ടാൻ്റെ കടാവും. അത്രയും വലിയ സാമ്പത്തിക ക്ഷീണാണ്. കാരണം ആ പഹേര നാട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടൂല, ഒന്നും തുരണ്ടവര് അവരെ അടിയിൽ ഞങ്ങളിങ്ങനെ കത്തിജ്വലിച്ച് നിന്നാൽ മതി. അതിന്റെ മാറ്റം അവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഏരിയകളൊക്കെ എന്നും പറയുന്നത് കൊണ്ട് അവിടുന്ന് 1 ചാക്ക് 2 ചാക്ക് 10 ചാക്കിനൊക്കെ കാശ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഞാൻ ഇന്ന് മതിലകത്ത് പരിപാടിക്കുന്ന അടുത്ത ഓഫീസിലെ ഉസ്താദുണ്ട്, ഉമ്മർ ഉസ്താദ്, മൂപ്പരെയും കൂട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും കണ്ടുകാണാൻ 4 ചാക്കിന്റെ അരി വിട്ടോ നോക്കണമെന്നൊക്കെ നോക്കുമ്പോ നമ്മളെ വരാൻ തന്നെ വേഗിപ്പോയി. ഇവിടെ വന്നപ്പോ പന്തം കണ്ടു പേടിച്ച് പന്തളത്തി എന്നപ്പോ അവിടെ അല്ല എന്താണ് അങ്ങനത്തെ വർത്തമാനങ്ങള്. പന്തം കണ്ടു പേടിച്ച് പന്തളത്തി എന്നപ്പോ അവിടെ പന്തം കിട്ടില്ല. ബാക്കി എന്താ കഴിയാന്നുള്ള വിഷമമായിട്ടുള്ള നമ്മളെ പ്രവർത്തകന്മാരുടെ പുറത്തു വയ്ക്കാൻ വേണ്ടി പറയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങൾ സഹായിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സഹായങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഒരു 10 ആൾക്കാർ 1000 ഉറുപ്പിക ഈ പരിപാടിക്ക് തന്നാൽ 1000 വലിയ സംഖ്യ ആണെന്നറിയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാരെ രോഗം, ഗുരുതരമായ രോഗം, അതിന് വരുന്ന ചികിത്സയ്ക്ക് വരുന്ന ചെലവ് തമ്മിൽ കാൽക്കുലേറ്റർ ചെയ്യുമ്പം 1000 ഒന്നുമല്ല. ഒരൊറ്റ വേദനയ്ക്ക് 10 ലക്ഷം 20 ലക്ഷമൊക്കെ, ഒരു ഇഞ്ചക്ഷന് 3.5 ലക്ഷം, ഇതൊക്കെ പത്ത ചെലവ് ഞാൻ അനുഭവിക്കുകയാണ്. ഒരു പൊതുരംഗത്തിന്റെ ആളെന്ന നിലയ്ക്ക് നമ്മളെ ആശുപത്രിയിലെ കണ്ണീരും കഴിഞ്ഞ നിത്യം കാണുന്നതാണ്. അത്ര 1000 ഉറുപ്പിക തന്നിട്ട് മതിലകം ബാപ്പുട്ടി ഉസ്താദിന്റെ ആ നാമധേയത്തിന് ഒരുമിച്ച് കൂടി ഇതിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചോനെ എനിക്കൊരു ഗുരുതരമായ രോഗം നൽകരുതിട്ടോ എന്നും പറഞ്ഞു. ഞാനൊരു 1000 ഉറുപ്പിക തന്നാ വിഷയമൊന്നുമില്ല. അപ്പൊ ഒരു 10 പേര് ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്ന കയ്യിൽ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില് എന്തെങ്കിലും? അതുകൊണ്ടൊന്നും പോലെ ഒന്നും ആവൂല. ഈ കുട്ടികളെ നമ്മുടെ പരിപാടിക്ക് ഒരു ചെറിയ പിരിവെന്നുള്ള എനിക്ക് ഒരാള് 1000 ഉറുപ്പിക ഒന്നുകിൽ തരാൻ ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ. കസാറങ്ങൾ എല്ലാവരും വേർക്കണം. ഞാൻ വേറെ കുറച്ചെന്തായിരുണ്ടോ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ് ഒരാൾ 1000 സോണിന്റെ സെക്രട്ടറിമാരിൽ ഒരാൾ അൽഹംദുലില്ലാഹ് പഠിച്ചു മറക്കത്ത് കേട്ടെ മിഥുലാജൊക്കെ നമ്മളെ പഴയ ചങ്ങായിമാരാണ്. ഇവരങ്ങനെയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മജ്മഅന് വേണ്ടി ഗൾഫിൽ പോകുന്നതുകൊണ്ട് നമ്മളത് വരുന്നുണ്ട്. ഒരു ഗൾഫ് സുഹൃത്ത് ഇപ്പൊ ഗൾഫില്ലാന്ന അങ്ങനെ കുറെ ആൾക്കാർ എനിക്ക് ഉണ്ട്. വളരെ എവിടെ വന്നാലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 ആളായി. ഇനി ആരെങ്കിലും ഉണ്ടോ? പഠിച്ചവനെ അല്ലാഹു ബർക്കത്ത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3 ആളായി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 10 ഉറുപ്പിക ഇട്ടാ നമ്മള് സർക്കാരോ അൽഹംദുലില്ലാഹ്. 4 പഠിച്ചവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ ചെറുപ്പക്കാർക്കൊക്കെ നീ തുണയാകണേ അല്ലാഹ്.
ഇപ്പൊ കയ്യിലൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാർ കൂട്ടത്തിലുണ്ട് പഠിച്ചോനെ, അവർക്കും നീ രോഗശമനം നൽകണേ റബ്ബേ, ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇപ്പൊ 4 ആളായി. ഇപ്പൊ ഇല്ലെങ്കിൽ അങ്ങനെ 10 ആൾക്ക് പറയാൻ കഴിഞ്ഞവരുണ്ടോ? 5-ാമതാരെങ്കിലും ഒരാള് 1000 ഉറപ്പിക. അതുപോലെ അൽഹംദുലില്ലാ 130. എന്താ പേര് മനാറി? നമ്മള് ജുനൈദ് ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ ഈ ദീനിന്റെ കാവൽഭടനായി ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അപ്പൊ 5 ആയി. പിന്നെ 6-ാമതാരെങ്കിലും ഒരാള്, ഞാൻ 10 ആളെ ഉദ്ദേശിച്ച് 6-ാമതാരെങ്കിലും ഒരാളുണ്ടോ? കഴിയൂല. ഞങ്ങള് വളരെ അൽഹംദുലില്ലാ. ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ കൊടുത്താൽ മതി. ഒക്കെ നാട്ടുകാരെ അടുത്ത ആൾക്കാർ തന്നെയല്ലേ. ബാക്കി നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേറെ നിരാശ വരരുത് ആർക്കട്ടോ. ആർക്കും നിരാശ വരരുത്. ദീനിന് വേണ്ടിയാണ് പൈസ ബാക്കി 2 ദിവസം വരെ നമ്മൾ തക്ബീർ ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി. അൽഹംദുലില്ലാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ 6 ആയി. ഇനി ആരാണ്? 4 ആൾക്കാരും കൂടി പറയാൻ പറ്റിയ ആൾക്കാർ ഉണ്ടോ? 4 ആൾക്കാരും കൂടി 6 ആയി. 7-ാമത് ഒരു 1000 ഉറുപ്പിക കയ്യോ ഇന്ന് ഇപ്പൊ തരണ്ട, എടുത്ത് കൊടുത്താൽ മതി. ഞാൻ 10 എന്തുള്ള അങ്ങനെ പറഞ്ഞുപോയി, അതുകൊണ്ട് അങ്ങനെ ചോദിക്കണം. ഈ പണിയുണ്ട്. 4 ആൾക്കാരെ തരാൻ ബാക്കിയുള്ളൂ. ശരി, ഒരു 500 ഉറുപ്പിക നിങ്ങളൊന്ന് എടുക്കാം. അൽഹംദുലില്ലാ. അഭിപ്രായമായി. എന്താ പേര്? നമ്മൾ അറിയാവുന്ന അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് കൂട്ടി കൊടുക്കട്ടെ. പഠിച്ചോനെ ആമീൻ പറയും. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. 7 ആയി. 8-ാമത് എന്നാ പിന്നെ പണിയുണ്ട്. കയ്യിലെങ്കിൽ 4 ആൾക്കാർ 500 വീതം ഏറ്റാൻ മതി. ഒരു 500 ഉറുപ്പിക. 8-ാമത് ഒരു 500 ആർക്കാ തരാൻ കഴിയാം? ഒരു 500. അൽഹംദുലില്ലാ നമ്മളെ 200 ക്യാപ്റ്റനാ. അച്ഛനെ വർക്കത്ത് തീർക്കണേ വരാൻ. അവിടെ 500 ഉണ്ടോ? അപ്പൊ അൽഹംദുലില്ലാ 8 ആയി. അൽഹംദുലില്ലാ 8 ആയി. അൽഹംദുലില്ലാ ഈ 500 മുമ്പ് തരുന്നുണ്ട്. അപ്പൊ 8 ഉറുപ്പിക. ഇതാ 8,500 ആയി. പഠിച്ചോനെ നമ്മള് അല്ലാഹുവേ ഇതിന് പകരം നീ എന്താ അൽഹംദുലില്ലാ നമ്മൾ സുഹരി മുഹമ്മദ് കുട്ടി സുഹരി 1000 ഉറുപ്പിക കേട്ടോ. അൽഹംദുലില്ലാ. അപ്പൊ എന്താ പറയാൻ പൈസയായി. പിന്നെ ആയല്ലോ എന്നെ നോക്കട്ടെ. 1500, 2, 2.5, 3.5, 4.5, 5.5. നിങ്ങളെ വൈകിയപ്പോ 6.5. അൽഹംദുലില്ലാ. പിന്നെ ആരൊക്കെ തരാൻ ബാക്കിയുള്ളത്? 2 ഉണ്ടോ? ഉണ്ടോ? അപ്പൊ 6 2 എത്രയായി? അത്രയായിട്ടുള്ളൂ. 1 അത് 2 ഇപ്പൊ 3, 4, 5, 6, 7, 8, 8.5, 9 ആയിട്ടുള്ളൂ. എന്നേക്ക് എത്ര ഉണ്ട്? എത്ര ആയിട്ടുള്ളൂ? കഴിച്ചു പോകാം. അൽഹംദുലില്ലാ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും സലാമത്തും നല്ല ജോലിയും കുടുംബത്തിൽ അല്ലാഹു സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. കഴിയും. അപ്പോ നിങ്ങൾ പൈസ കൊടുക്കാം. അൽഹംദുലില്ലാ. ഊരൊക്കെ വേനുണ്ടല്ലോ. എല്ലാം അല്ലാഹു ശരിയാക്കി തരട്ടെ. എന്നാ ഷിയാബിന്റെ അൽഹംദുലില്ലാ 1500. അപ്പൊ ശരി കേട്ടോ. 10 ഉറുപ്പിക. അതൊന്നും ആയിട്ടില്ല മക്കളെ. ഞാൻ തന്നെ സന്തോഷം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങള് പ്രസംഗം മട്ടായില്ലാന്ന് എനിക്ക് അറിയട്ടോ. ക്ഷീണാണ്. പിന്നെ നമ്മൾ നിങ്ങൾ ഇന്നലെ ഇരുന്നരായോടെ ബുദ്ധിമുട്ടാക്കേണ്ട ശേഷം നിർത്തിയാണ്. പിന്നെ ഒരു നമുക്ക് ബാധ പറയാം, സംഘടനാവാസമൊക്കെ പറയാം. അതുകൊണ്ട് നിങ്ങൾ മജ്മഅന് വേണ്ടിയിട്ട് ദിദ്ക്കൽ മജ്മഅനാണ്. അതിന്റെ ഉദാഹരണങ്ങളേത് ആക്കിബത്ത് ഒന്നാകാൻ മനീഷാവും. ഇനി അരീക്കോട് മജ്മഅന് വേണ്ടിയിട്ട് 2 ചാക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ട് 2 ചാക്ക് അരി 2 ചാക്ക് അരി വാങ്ങാനുള്ള പൈസ എല്ലാവരും കൂടി തന്നാൽ മതി. ഇവിടെ അടുത്ത് വന്ന് ഇവിടെ ആമീൻ പറഞ്ഞു വിളിച്ചോ. പിന്നെ എന്റെ ദുആ കഴിഞ്ഞിട്ട് മറ്റു ചടങ്ങുകളൊക്കെ ഉണ്ടാവും അല്ലേ? ആരാ ഭക്ഷണം വന്നാരാ? ഭക്ഷണം വന്ന ഇതൊക്കെ ഇത്ര ആൾക്കാരില്ലേ? അൽഹംദുലില്ലാ. പഠിച്ചവനെ സമ്മേളന പ്രതിനിധികൾക്ക് കാണുന്നില്ലല്ലോ. എന്താണ് നൽകിയ പോലെ അവർക്ക് ദ്വാരക്കണമെന്നല്ലോ. അൽഹംദുലില്ലാ. അതെല്ലാവർക്കും ദ്വാരക്ക്. അൻത തത്ലഉ ബൈനനാ ചൊല്ലി. അൻത തത്ലഉ ബൈനനാ ഫിൽ കനാകിബി കൽബുദു ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. വല്ലർക അൻത ഉമ്മുൻ അമ്മബൂൻ മാ റഅയ്നാ ഫീഹിമാ
مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير عسر وعذاب لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كيس هولك للنتاس يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهبنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي الحمد لله الحمد لله رب العالمين ونذكر الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين ونبك الجبار يا رب നിന്റെ കരളിന്റെ കഷ്ടങ്ങളായ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളും അല്ലാഹു ഇന്നലെ വന്നതാണ് അതിലിറക്കൊന്നു പോയാലും ഇന്നലെ വന്ന ആളുകളാണ് ഈ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും പടച്ച റബ്ബേ നിന്റെ ദീനിന് വേണ്ടിയാണ് നീ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നീ സ്വീകരിക്കണമെന്നല്ലോ ഞങ്ങളെ ദോഷങ്ങളെ മാഫാക്കണമല്ലോ ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫാവ് നൽകണേ റഹ്മാനെ ഞങ്ങളെ പ്രിയപ്പെട്ട നേതാക്കളിലും പ്രവർത്തകരിലും ബന്ധുമിത്രാദികളിലും ഈ മഹല്ലത്തിലും രോഗികളായി കഴിയുന്ന പല മനുഷ്യന്മാരുമുണ്ട് അവർക്കൊക്കെ ഇന്ന് ശിഫാവ് നൽകണമെന്നല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗമുള്ള ആളുകൾ ഒരുപാടുണ്ട് അവർക്ക് നീ ശിഫ നൽകണമെന്നല്ലോ ഞങ്ങൾക്കുമുണ്ട് പ്രഷറായിട്ടും ഷുഗറായിട്ടും കൊളസ്ട്രോളായിട്ടും ദൂരവേദനയായും കൈക്കാൻ കരച്ചിലായും മറ്റു പല രോഗങ്ങളും ഞങ്ങൾക്കുണ്ട് അല്ലാ നീ ശിഫ നൽകണമെന്നല്ലാ ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ ഭാര്യമക്കൾക്കും നാട്ടുകാർക്കും ഞങ്ങളെ പ്രസ്ഥാന സുഹൃത്തുക്കൾക്കും ഞങ്ങൾ ഒരു ബാധ്യതയാകുന്ന രൂപത്തിലുള്ള ഗുരുതരമായ രോഗം നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുത് അല്ലാ എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട് അവർക്കൊക്കെ നീ ശിഫാവ് നൽകണം റഹ്മാനേ ഈ പരിപാടിക്ക് സഹായിച്ച ഭക്ഷണം നൽകിയ മറ്റെല്ലാവർക്കും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും സഹായം നൽകിയ മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബർക്കത്തും സലാമത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകണം റഹ്മാനേ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എത്രയോ ആനുബന്ധങ്ങളുണ്ട് അവർക്കും നീ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണമല്ലാ ഈ ആമീൻ പറയുന്നവര് സ്വന്തം ഉമ്മ രോഗിയായി കഴിയുന്നവരുണ്ട് അവരെ ഉമ്മാക്ക് ശിഫ നൽകി ആയുസ് നൽകണേ അല്ലാ ഉമ്മ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിലുണ്ട് അവരെ ഉമ്മാന്റെ ഖബറിനെ നീ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനേ വാപ്പ രോഗിയായി കഴിയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അവർക്ക് അവരെ വാപ്പാക്ക് ശിഫ നൽകി ആയുസ് കൂട്ടിക്കൊടുക്കണമെന്നല്ല വാപ്പ മരണപ്പെട്ടു പോയ പലരും ഈ കൂട്ടത്തിലുണ്ട് അവരെ പിതാവിന്റെ ആഹാരം നീ നന്നാക്കണം റഹ്മാനേ അല്ലാഹുവേ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും മരണപ്പെട്ടുപോയി അതുപോലെ ഉമ്മയും ബാപ്പയും മരിച്ചുപോയ വേറെയും പല ആളുകളും ഈ സദസ്സിലുണ്ട് ഞങ്ങളുടെ ഉമ്മാന്റെയും ബാപ്പയുടെയും ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കണം റഹ്മാനേ ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ ദീർഘായുസ്സുള്ള സാധുഹത്തുകളിൽ പെടുത്തണമല്ല ഭാര്യമാര് ഗർഭിണികളായി കഴിയുന്ന പല ആളുകളും ഈ കൂട്ടത്തിലുണ്ട് അവരെ ഭാര്യമാർക്ക് നീ തികഞ്ഞ സുഖപ്രസവം നൽകണേ അല്ലാ വിവാഹം ചെയ്ത് വർഷങ്ങളായിട്ടും മക്കളുണ്ടാകാത്ത ഒരുപാട് മനുഷ്യന്മാര് പല സ്ഥലത്ത് വെച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് നീ സാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനേ
വിവാഹം ചെയ്ത് വർഷങ്ങളായിട്ടും കുട്ടികളുണ്ടാകാത്ത ആരെങ്കിലും ഈ സദസ്സിൽ ആമീൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നീ സാലിഹായ മക്കളെ നൽകണേ റഹ്മാനെ. നിരാശപ്പെടുത്തരുതല്ല. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ ഇതിന്റെ പ്രവർത്തകരും ഈ കടത്തിൽപ്പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ എല്ലാ കടങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. ഒരു സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയിൽ എത്രയോ കടങ്ങൾ കൊടുത്തു വീട്ടാറുണ്ട്. കടക്കാരോടെ ഞങ്ങളെ ആരെയും വശരാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം. അല്ലാഹ്, ഞങ്ങളെ ബഹുമാന്യരായ നേതാക്കന്മാരും അമറുൽ ഉലമയടക്കം നൂറുൽ ഉലമയടക്കം മുഴുവൻ മഹന്മാർ അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവരെ തണലിൽ ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാഹ്, ഈ ആമീൻ പറയുന്ന ഞങ്ങളെപ്പോലെ ആശയപ്പൊരുത്തമുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അവർക്കും ഞങ്ങൾക്കും നീ ഈമാൻ സലാമത്താക്കി ദീർഘായുസ് നൽകണം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ സഹപ്രവർത്തകന്മാര് ബന്ധുമിത്രാദികൾ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് റിട്ടയർഡ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ജോലിയില്ലാത്ത പല ആളുകളും നീ സദസ്സിലുണ്ട്. അലാതായ ഭക്ഷണത്തിന് നീ മുടക്കം വരുത്തരുത് റഹ്മാനെ. ഈ ചെറുപ്പക്കാർ നീ ഏറ്റെടുക്കണം അല്ലാഹ്. നിന്റെ കാവൽപരന്മാരായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ കുറച്ച് പ്രായമുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, അവരെ തലവ് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാഹ്. ആയുസ് കൂട്ടിക്കൊടുക്കണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയടക്കം ഇതാ ഞങ്ങളെ പെട്ടനേകം മഹാന്മാരെ ഫാത്തായി അവർ ദറജകളെ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. എത്രയോ അറിയുന്ന പ്രവർത്തകന്മാര് അറിയപ്പെടാത്ത പ്രവർത്തകന്മാര് ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഹസനാത്തുകളെ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നീ നൽകണമല്ല. ഞങ്ങളെ ആക്കിവത്ത് മോശമാകുന്ന ഒന്നും നീ നൽകരുത് അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ഗവൺമെന്റ് വരികയാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഭരണഘടന ബലപ്പെട്ടതാണ്, അതിലെ മൂല്യങ്ങളും ബലപ്പെട്ടതാണ്. അതിനൊന്നും മാറ്റപ്പെടുത്താതെ എല്ലാ ജനങ്ങളോടും ഖിർഫ ചെയ്യാൻ മനസ്സുള്ള ഒരു ഗവൺമെന്റായി പുതിയ ഗവൺമെന്റിനെ നീ സ്വീകരിക്കണമെന്നല്ലോ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ഐക്യവും കെട്ടുറപ്പും നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞങ്ങളെ നീ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. എന്നാൽ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ നിരപരാധികളായ മനുഷ്യന്മാരുണ്ട്. അബ്ദുൽ നാസർ മൈദനി കൂട്ടത്തിൽ ഒരാളാണ്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ മോചനം നൽകണമെന്നോ. നാസർ മൈദനിയോട് അല്ലാഹുവേ നീ കാരുണ്യം കാണിക്കണം റഹ്മാനെ. ഖിർഫ ചെയ്യണേ അല്ലാഹ്. അബ്ദുൽ നാസർ മൈദനിയുടെ ഭാര്യയോടും മക്കളോടും നീ ഖിർഫ ചെയ്യണം റഹ്മാനെ. പടച്ചവനെ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും കാക്കണേ അല്ലാഹ്. മൈദനിയെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ ഇന്ന് വരെ ഒരു ഉംറക്ക് പോലും പോകാത്ത റസൂലുള്ളാഹിന്റെ പുണ്യ കാണാത്ത അവിടത്തോട് പോയി സലാം പറയാൻ കഴിയാത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്. അവർക്കൊന്നും ഒട്ടും വൈകാതെ, അവർക്കൊക്കെയും ഒട്ടും വൈകാതെ ഉംറ നിർവഹിക്കാനും പൊന്നാരനബിയെ സിയാറത്ത് ചെയ്യാനുമുള്ള അവസരം നൽകണേ അല്ലാഹ്. അതിന് അവസരം കിട്ടിയാൽ ഞാനടക്കം 11 കൂട്ടത്തിലുണ്ട്. ഞങ്ങൾക്ക് ഇനിയും നീ അതിന് തൗഫീഖ് ഏകണേ റഹ്മാനെ. അവസാനം വരെ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഉടനീളം ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പ്രസ്ഥാന വിരോധികളെ മുന്നിൽ ഞങ്ങളെ നീ വശവത്തരത്തിലാക്കരുത് അല്ലാഹ്. മാനക്കേടിലാക്കരുത് അല്ലാഹ്. നിന്റെ ദീന് ഞങ്ങൾക്ക് നീ നിലനിർത്തിത്തരണേ അല്ലാഹ്. അതിൽ ഞങ്ങളെ നീ അടിയുറപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു കാലഘട്ടം ആത്മീയ പ്രവചനം വാപ്പുട്ടി മുസ്ലിയാണ് അവിടത്തിലാണ്, അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ്. അവിടത്തെ ദറജയെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടത്തെ നീ നന്നാക്കിയതുപോലെ ഞങ്ങളെയും നന്നാക്കണം അല്ലാഹ്.
ആഖിറം രക്ഷപ്പെടുത്തണേ അല്ലാ. അവസാനം വരവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനും മുഴുവൻ മരിക്കേണ്ടി വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗം കൊണ്ട് മരിക്കാനും അല്ലാഹുവേ ഞങ്ങളുടെ നേതാക്കൾ, പ്രവർത്തകർ, മാതാപിതാക്കൾ, ഭാര്യമക്കൾ, ബന്ധുജനങ്ങൾ, ജാർക്കാരെ ഏൽപ്പിച്ച മൂന്നുകൂടെ മൂന്നിനാത്തുകളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദ്വാരക്കണം. ഞാൻ നിങ്ങൾക്ക് ദ്വാരക്കും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ